بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. سريت من حرم ليلا إلى حرم كما سرى البدر في داج من الظلم، وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي، وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ ശൈഖുന ഉസ്താദ് അവർകളെ, ഉസ്താദുമാരെ, നേതാക്കളെ, സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ നിന്നും ചുരുങ്ങിയ ചില ആയത്തുകളാണ് ഇന്ന് മുതൽ നാം പഠിക്കാൻ പോകുന്നത്. പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവർക്ക് പ്രബോധിക്കാനും നമുക്കും നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ, ഉലമാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തെയും സംരംഭത്തെയും ഈ മജ്ലിസിനെയും സഹായിക്കുന്ന, വീക്ഷിക്കുന്ന, കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഇൽമ് കേൾക്കുന്നതിൻ്റെ, പകർത്തുന്നതിൻ്റെ വലിയ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കുന്നു.
സൂറത്തുൽ ഇസ്രായിലെ ആദ്യത്തെ സൂക്തം ഒരു മഹാസംഭവത്തെക്കുറിച്ചാണ് നമ്മോട് ഉണർത്തുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുർആൻ പണ്ഡിതർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം ഹ്രസ്വമായിട്ടെങ്കിലും വിവരിക്കേണ്ടതും പഠിക്കേണ്ടതും ഉണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. സുബ്ഹാനല്ലദീ, ഒരുത്തന്റെ മഹത്വം ഞാൻ വാഴ്ത്തുന്നു, പ്രകീർത്തിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചാണ് ആ സൂചിപ്പിക്കുന്നത്. അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചു. ലൈലൻ, രാത്രിയിലെ ചുരുങ്ങിയ സമയത്ത്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിലെ ചുരുങ്ങിയ സമയത്ത് രാപ്രയാണം നടത്തിച്ച അല്ലാഹു വിശുദ്ധൻ തന്നെ, വലിയ മഹത്വം അർഹിക്കുന്നവൻ തന്നെ. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരം നാം അനുഗ്രഹിച്ചിരിക്കുന്നു, ബറക്കത്തുള്ളതാക്കിയിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ ഒരു ഇസ്റാ നടത്തിച്ചത്? ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, അടയാളങ്ങളിൽ നിന്ന്, അധ്യാപനങ്ങളിൽ നിന്ന് ചിലത് ആ അടിമക്ക് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അത് കാണാനും കേൾക്കാനുമൊക്കെ ആ അടിമ പൂർണ്ണ പക്വതയുള്ള അടിമയാണ്. അങ്ങനെയും അതിന് തഫ്സീറുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ് എന്നും ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ സംഭവം സൂചിപ്പിക്കാനാണ് സുബ്ഹാന എന്ന വാക്ക് ഉപയോഗിച്ചത്. അത്ഭുതങ്ങൾ പറയുമ്പോഴാണ് പൊതുവെ അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. ഒരത്ഭുതം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. കാരണം ആ അത്ഭുതം നമ്മെ കാണിച്ചതും നമുക്കത് മനസ്സിലാക്കി തന്നതും അല്ലാഹുവാണ്. അത്ഭുത വിഷയങ്ങൾ പറയുന്നിടത്തും അങ്ങനെ പറയും സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തേക്ക് അടുക്കാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇപ്പൊ മഹാനവറുകളോട് എന്താ നിങ്ങൾ മാറി നിൽക്കുന്നത്? എനിക്ക് ജനാബത്തായതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ്. ഇങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ഇന്നൽ മുഅ്മിന ലാ യൻജുസു, മുഅ്മിനായ മനുഷ്യൻ അവൻ മാലിന്യമുള്ളവനാവുകയില്ല. ജനാബത്ത് ഒരിക്കലും ഒരു നജസല്ല.
വൃത്തിയാക്കൽ നിർബന്ധമായ ഒരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചത് കാണും. ഈ ഒരു വലിയ മഹാസംഭവം ലോക ചരിത്രത്തിൽ ഇതുവരെ ഒരാളെ കൊണ്ടും അല്ലാഹു തആല നടത്തിച്ചിട്ടില്ലാത്ത അത്രയും വലിയൊരു സംഭവമാണ് ഇവിടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്രാ മിഅ്റാജ് അത് സ്വപ്നമാണെന്ന് പറയുന്ന ചില ആളുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു സ്വപ്നമായിരുന്നെങ്കിൽ അല്ലാഹു തആല ഇത്രയും വലിയ അത്ഭുതത്തോടെ അത് പഠിപ്പിക്കൂലായിരുന്നു. സ്വപ്നം എന്തെല്ലാം കാണാറുണ്ട്, ആളുകൾ പലതും സ്വപ്നം കാണും. ഒരിക്കലും എത്തിപ്പിടിക്കാത്ത അത്രയും വിധാനങ്ങളിൽ എത്തിയതായൊക്കെ ചിലപ്പം ചില ആളുകൾ കാണും, കണ്ടത് പറയും. അതിൽ എല്ലാവരും സമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ ഒരു ബഹുമാനമാണ്. അപ്പൊ ഈ ഒരു ബഹുമാനം, ഈ ഒരു അത്ഭുത യാത്ര, ലോകത്ത് നടന്ന ഏറ്റവും വലിയ അത്ഭുത യാത്ര, ആ അത്ഭുതത്തെ പഠിപ്പിക്കാനാണ് സുബ്ഹാന. യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭത്തെ പറ്റിയാണല്ലോ സുബ്ഹാന പറഞ്ഞത്, തിരിച്ചു വരവിനെ പറ്റിയല്ല. ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പോക്കിനെ പറ്റിയാണ് ഈ സുബ്ഹാന എന്ന അത്ഭുതത്തിന്റെ വാക്ക്. അതെന്താ അങ്ങനെ പ്രയോഗിച്ചത്? ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഹദ്റത്തിലേക്കാണ്. അപ്പൊ അങ്ങോട്ടുള്ള പോക്കാണ് ഏറ്റവും വലുത്, ഇങ്ങോട്ടുള്ള വരവ് വീണ്ടും സൃഷ്ടികളിലേക്കാണ്. അള്ളാഹുവിലേക്കുള്ള ആ ഒരു യാത്ര അത് വലിയ അത്ഭുതം തന്നെയാണ്. അതും അല്ലാഹു തആല പറഞ്ഞ ശൈലി എത്രമാത്രം വലിയ അർത്ഥതലങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അല്ലാഹു തആല പറഞ്ഞു, ഇത് അല്ലാഹു തആല ഈ രാപ്രയാണം നടത്തിച്ചത് അവന്റെ അടിമയെ കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് അള്ളാഹുവിന്റെ അടിമ എന്നുള്ള ആ വിശേഷം. അള്ളാഹുവിന്റെ അടിമ എന്ന് ഖുർആനിൽ പലയിടത്തും അല്ലാഹു തആല പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്. അതെന്താ തങ്ങളിലേക്ക് മാത്രം അള്ളാഹുവിന്റെ അടിമ എന്നൊരു പ്രത്യേകം പഠിപ്പിക്കാൻ? ഉബൂദിയ്യത്ത്, അടിമത്വം, അത് പൂർണ്ണാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന ഒരു അടിമ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ള എന്റെ സന്തോഷവും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഒരു പാഠം, നബിയ്യിഹി എന്ന് അല്ലാഹു തആല പറഞ്ഞാൽ ഓതുന്നവർക്ക് പ്രയാസമൊന്നുമില്ല. അസ്റാബി നബിയ്യിഹി എന്ന് പറഞ്ഞാൽ എന്താ ഓതാൻ പ്രയാസം? സുബ്ഹാനല്ലദീ അസ്റാബി നബിയ്യിഹി അല്ലെങ്കിൽ സുബ്ഹാനല്ലദീ അസ്റാബി റസൂലിഹി എന്ന് പറഞ്ഞാൽ ഓതാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ ചിലര് സംശയിക്കാൻ സാധ്യതയുണ്ട്. അതൊരു നബി ആയതുകൊണ്ട് കിട്ടിയ ഒരു പ്രത്യേകത, ഒരു റസൂൽ ആയതുകൊണ്ട്. അല്ലെങ്കിൽ ചിലരതിൽ സങ്കല്പിക്കും, എന്ത്, ഒരു ഉലൂഹിയത്ത്, ഒരു ദൈവീകതയുണ്ടോ എന്ന് സങ്കല്പിക്കും. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം മഹാനവറുകളെ സംബന്ധിച്ച് ചിലരങ്ങനെ പറഞ്ഞല്ലോ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അസാധാരണ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ചിലർ പറഞ്ഞു, ഇതൊരിക്കലും ഇതൊരു നബി ഒരു സാധാരണ ആളൊന്നുമല്ല, ഇത് ഇലാഹന്നെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇലാഹാണെന്നോ ഇലാഹിന്റെ പുത്രനാണെന്നോ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത്ഭുതങ്ങൾ കാണുമ്പോൾ ആളുകൾ അങ്ങനെ ചിലപ്പോൾ സങ്കല്പിക്കും. അങ്ങനെയാണല്ലോ ദജ്ജാലിനെ പറ്റിയും പറയാൻ പോകുന്നത്. നമ്മൾ കാവൽ ചോദിക്കുന്ന മസീഹ് ദജ്ജാൽ ആദ്യം കടന്നു വരുന്നത് ഇലാഹായിട്ടല്ല. ഇമാം ഇബ്നു മാജ അടക്കമുള്ള മുഹദ്ദിസുകളെ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ആദ്യം ദജ്ജാൽ വരുന്നത് നബിയാണ് എന്നുള്ള വാദമായിട്ടാണ്. പിന്നെ കുറച്ചുകൂടി ആളുകളൊക്കെ ഇങ്ങനെ കൂടി എല്ലാ ഭാഗത്തും അംഗങ്ങളൊക്കെ ആയി
ലോകം മുഴുവനും തന്റെ കീഴിലാന്നൊക്കെ ഒരു സ്ഥിതി വരുമ്പോ ദജ്ജാൽ പറയും ഞാൻ നബിയല്ല, ഞാൻ ഇലാഹാണ്. കാരണം ആളുകള് അത്ഭുതത്തോടെ ദജ്ജാലിന്റെ പിന്നാലെ കൂടാൻ കാരണം ദജ്ജാൽ വരുന്നതിന്റെ 3 വർഷം മുമ്പുള്ള 3 വർഷം ഒരിറ്റു വെള്ളം ഭൂമിയിലിറ്റില്ല, മഴ പെയ്യൂല. അപ്പൊ അത്രക്കും മഴയ്ക്ക് വേണ്ടി, വെള്ളത്തിന് വേണ്ടി ദാഹിക്കാത്ത ആളുകളില്ല. മഴ പെയ്യുന്നത് കുടിക്കാനുള്ള വെള്ളത്തിന് മാത്രമല്ല, അതിനുവേണ്ടി മാത്രമൊന്നല്ല മഴ പെയ്യുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മഴ. അല്ലാഹു തആല മഴ എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് തന്നത്. എന്തിന്? രോഗങ്ങൾ പലതും കുറയാൻ മഴ കാരണമാണ്. പച്ചക്കറികൾ അതിന്റെ ഉൽപാദനം നടക്കണമെങ്കിൽ മഴക്കതിൽ വലിയൊരു പങ്കുണ്ട്. കായ്കനികൾ, നല്ല പഴവർഗ്ഗങ്ങൾ ലഭിക്കണമെങ്കിൽ മഴ യഥേഷ്ടം വേണം. മഴയില്ലെങ്കിൽ കൃഷിക്കാർ പറയും ഇക്കൊല്ലം ഇത്രേ ഉണ്ടാകുള്ളൂ, കണക്കങ്ങോട്ട് പറയാം. ഏതാണോ നട്ട കൃഷി അതിന് വേണ്ട അർത്ഥത്തിൽ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ പറയും ഇത്രേ ഉണ്ടാകുള്ളൂ. അപ്പൊ തീരെ മഴ പെയ്യാത്തൊരു സാഹചര്യം വരുമ്പോൾ ആളുകളൊക്കെ അതിലേക്ക് ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദജ്ജാൽ വരുമ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ എല്ലാ ജാതി മനുഷ്യനും പറയും ഞങ്ങൾക്ക് മഴ വേണം. നിങ്ങൾക്ക് മഴ വേണോ? മഴ വേണം. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വേണം. എല്ലാ പ്രദേശത്തുകാരും പറയും മഴ വേണം. എന്നാ അതാ മഴ തരും. അവരിങ്ങനെ നോക്കുമ്പോ തുരുതുരാ മഴ പെയ്യാണ്. ഈ മഴ പെയ്യിപ്പിക്കുന്ന ആളുകളിൽ കാണുന്ന, ഈ വ്യക്തിയിൽ കാണുന്ന ഈ അത്ഭുതം കണ്ടിട്ട് ആളുകൾ പലരും പറയും ഇത് നബിയൊന്നല്ലോ, ഇത് ഇലാഹാണ്. അങ്ങനെ ചില അത്ഭുത പ്രക്രിയകൾ കാണുമ്പോൾ ആളുകൾ അങ്ങനെ പറയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞതുപോലെ. അങ്ങനെ ഒരു വിഷയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി വരാൻ പാടില്ല. അതുകൊണ്ടാണ് അസ്റാ ബി അബ്ദിഹി. മറ്റൊരു വിഷയം കൂടി അവിടെ പഠിക്കാനുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മുഫസ്സിറുകൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ. അബ്ദിഹി എന്ന് അല്ലാഹു തആല പറയുന്നതിന്റെ പിന്നിൽ ഒരു വലിയ വിഷയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ? ബി റസൂലിഹി ബി നബിഹി എന്നൊന്നും പറഞ്ഞാൽ കിട്ടാത്തൊരു വിഷയമുണ്ട് ബി അബ്ദിഹി എന്ന് പറഞ്ഞാൽ. ഖുർആനിൽ ഇപ്പൊ അല്ലാഹു തആലാക്ക് ബി റസൂലിഹി നബി നബിഹി നബി സഫീഹി എന്നൊക്കെ പറയാം. അതിന് ഓതുന്നവർക്ക് അത് തടസ്സമില്ല, അർത്ഥത്തിനാണെങ്കിൽ കുറവുമില്ല. പക്ഷെ ബി അബ്ദിഹി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മറുപടി അതിന്റെ പിന്നിലുണ്ട്. ഇതൊരു ശാരീരിക യാത്രയാണ്, ഒരു സ്വപ്നയാത്രയല്ല. കാരണം അബ്ദ് എന്നുള്ള വാക്ക് പ്രയോഗിക്കുമ്പോ അത് ആത്മാവിന് മാത്രം പറയുന്ന ഒന്നല്ല, ബോഡിയും കൂടി നടത്തിയ യാത്രക്ക് അബ്ദിഹി എന്ന് പറയുന്നു. അടിമയെ കൊണ്ട് യാത്ര ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അടിമയുടെ ആത്മാവിനെ അങ്ങോട്ട് വായിപ്പിച്ചു എന്നല്ല, അടിമയുടെ റൂഹും ജസദും രണ്ടും കൂടിയാണ് യാത്രക്ക് പോയത്. ഇത് നിഷേധിക്കുന്ന ആളുകൾക്കൊരു മറുപടിയാണ്. സ്വപ്നമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ആയത്തിലൂടെ തന്നെ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു തിരിച്ചടിയാണ്. ഈ ആയത്ത് പഠിച്ചാൽ തന്നെ തിരിയും, ഇനി വേറെ വിഷയത്തിലേക്കൊന്നും കിടക്കേണ്ടതില്ല. ഇതൊരു സ്വപ്നമല്ല, ഇതൊരു ശാരീരിക യാത്രയാണ്. എന്താ കാരണം? അസ്റാ ബി അബ്ദിഹി എന്നാ അല്ലാഹു പറഞ്ഞത്. അല്ലാഹു രാപ്രയാണം ചെയ്യിപ്പിച്ചു ബി അബ്ദിഹി, അവന്റെ അടിമയെ കൊണ്ട്. അഥവാ ആത്മാവ് മാത്രം കൂടിയാൽ അബ്ദാകൂല, ജസദും കൂടി കൂടണം, ബോഡിയും കൂടി കൂടണം. അപ്പൊ ബോഡിയും റൂഹും രണ്ടുമാണ് പോയത്. ലൈലൻ, അസ്ര എന്ന് പറഞ്ഞാൽ തന്നെ രാത്രിയിൽ പോയി എന്നാണ്. രാത്രിയിൽ പോകുന്നതിനാണ് അസ്ര എന്ന് പറയുന്നത്. രാത്രിയിൽ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് നബിമാരോട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് തന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി പോകണ്ടേ രാത്രി പോകണം. സുബിഹി ആകുന്ന സമയത്ത് അവർക്കുള്ള ശിക്ഷ വരും, നിങ്ങൾ രാത്രി പോകണം. അതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനോട് ബഹർ മുറിച്ചു കടക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞത് രാത്രിയാണ്. അൻ അസ്രി ബി ഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ, എന്റെ അടിമകളെയും കൊണ്ട്, എന്നെ വിശ്വസിച്ചവരെയും കൊണ്ട് നിങ്ങൾ രാത്രിയിൽ പുറപ്പെടണം.
നിങ്ങളെ പിന്നാലെ ശത്രുക്കൾ വരും. വരൂലെന്ന് പറഞ്ഞ അവർ വരും. അതൊക്കെ രാത്രിയുള്ള പോക്കാണ്. പക്ഷെ രാത്രിയിൽ പോയിട്ടും അല്ലാഹു ലൈലൻ എന്ന് പ്രത്യേകം ഇപ്പുറത്ത് പറഞ്ഞത് ഈ യാത്രയുടെ അത്ഭുതം ഒന്നുകൂടി പഠിപ്പിക്കാൻ. അതെന്താ? ഞാൻ ആ സംഭവം ചരിത്രമൊക്കെ വിശദീകരിക്കുക. ലോകത്ത് ഇനി എത്ര വലിയ വികാസം പ്രാപിച്ചിട്ട് വാഹനങ്ങൾ കണ്ടെത്തിയാലും ഇതുപോലെ ഒരു യാത്ര ആർക്കെങ്കിലും നടത്താൻ പറ്റുമോ? പറ്റൂല. കാരണം വിമാനത്തിലൊക്കെ നമ്മൾ ഒറ്റ പോക്ക് പോകും. പക്ഷേ ഈ യാത്രയിൽ പോകുമ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ട് അറിഞ്ഞ് അനുഭവിച്ചുള്ള യാത്രയാണ്. ഇവിടെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അങ്ങനല്ല. സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഒറ്റ ഹദീസ് ഇൻഷാ അല്ലാഹ് സമയമെങ്കിൽ ഞാൻ വായിക്കും. 12 സംഭവങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിൽ നേരിട്ട് ഇങ്ങനെ നോക്കി കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വിവരങ്ങൾ അന്വേഷിച്ച് ആ 12ന്റെ റിസൾട്ടും കിട്ടി. അങ്ങനെ പലയിടത്തും തമ്പ് ചെയ്ത് ഇറങ്ങി. അങ്ങനെയൊക്കെയാണ് യാത്ര. ആ വാഹനത്തിന്റെ വേഗതയിലുള്ള ഒരു വാഹനം ഇനി കണ്ടുപിടിക്കപ്പെടൂല. അതും ചുരുങ്ങിയ സമയത്ത്. എത്രയാണ് ആ സമയം പറയുന്നത്? വളരെ ചുരുങ്ങിയ സമയത്ത്. ഇസ്രാ എന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സ വരെയാണ്. അന്ന് തന്നെയാണല്ലോ മിറാജും നടന്നത്. 7 ആകാശവും അർഷും കുർസിയും ലൗഹും ഖലമും സ്വർഗവും നരകവും എല്ലാം കണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അവനെയും കണ്ട്. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നതിനനുസരിച്ച്, പ്രബലമായ അഭിപ്രായമനുസരിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തി, സമ്മാനങ്ങളൊക്കെ വാങ്ങി. എന്തെല്ലാം സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. ഈ പറയുന്ന ചുന്നുള്ള പോക്കിൽ ഒന്നും കാണൂല, ഒന്നും കേൾക്കൂല, ഒന്നും അനുഭവിക്കാനും കഴിയൂല. സ്പീഡിൽ പോകുന്ന വാഹനം കണ്ടെത്തിയേക്കാം, പക്ഷേ ഇതുപോലത്തൊരു യാത്ര നടക്കൂല. എന്നാൽ ഈ പോകുന്ന വാഹനത്തിലുള്ള യാത്ര ഭൂമിയിലൂടെയാണ്. ഭൂമിയിൽ അത്ര സ്പീഡിൽ പോകുന്ന ഒരു വാഹനം ഏതാ? രാത്രിയിലെ കുറഞ്ഞ സമയം. ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യാത്ര നടത്തിയത് ഹിജ്റയുടെ ഒരു വർഷം മുമ്പ്. നമുക്കൊക്കെ അറിയാമല്ലോ, തിങ്കളാഴ്ച രാവ്. അതേപോലെ തന്നെ റജബ് 27-ന് തിങ്കളാഴ്ചക്ക് വലിയൊരു പുണ്യുണ്ട്. അതൊക്കെ വിശദമായി പറയുകയാണെങ്കിൽ ഇത് എവിടെ എത്തൂല. തിങ്കളാഴ്ച എന്ന് പറഞ്ഞപ്പോ തിങ്കളാഴ്ച വിശദീകരിച്ചിട്ടുണ്ട്. മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ? വെള്ളിയാഴ്ച ഒന്നല്ല, തിങ്കളാഴ്ച. തിങ്കളാഴ്ചയാണ്. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്കൊക്കെ നോക്കിയാൽ കാണും, കിതാബുൽ ജനായിസിൽ ഒരു ബാബു മൗത്ത് യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന ബാബ്. ആരാ തിങ്കളാഴ്ച വഫാത്തായത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതെന്ന തിങ്കളാഴ്ച, ജനിച്ചതെന്ന തിങ്കളാഴ്ച, ഹിജ്റ പോയതെന്ന തിങ്കളാഴ്ച, മദീനയിൽ എത്തിയതെന്ന തിങ്കളാഴ്ച, ഇസ്രാ നടന്നത് തിങ്കളാഴ്ച രാവിലെ. എന്നിട്ട് അവിടെ കൊണ്ടുവരുന്ന ഹദീത്തിന്റെ ഞാൻ വിശദമായി പറയുന്നില്ല, സ്വഹീഹ് ബുഖാരിയിൽ കാണാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ചോദിച്ചു, ആയിഷ മോളോട് വിളിച്ചു, മോളെ ഇന്നേതാ ദിവസം? ഇമാം ബുഖാരി തങ്ങളുടെ തെളിവാണ്, ഇന്നേതാ ദിവസം. രണ്ടാമത്തെ തെളിവ്. ഒന്നാമത്തെ തെളിവ് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് തിങ്കളാഴ്ചയാണ്. തങ്ങളുടെ വഫാത്ത് നടന്ന ഏറ്റവും മഹത്വമുള്ള ദിവസത്തിലാണ്. അതിനേക്കാൾ മഹത്വമുള്ള ദിവസം വേറല്ല. അത് കഴിഞ്ഞിട്ടാണ് എപ്പോ? വെള്ളിയാഴ്ച. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ മാറ്റി പറയും ആൾക്കാർ. നമ്മൾ പഠിക്കണം നല്ലോണം. ഖുർആൻ ഓതാൻ ഇപ്പം അടുത്ത് ഒരാളെ സംസാരം ഞാൻ കേട്ടു. ഞാൻ അങ്ങനെ കേൾക്കലൊന്നുമില്ല, കേട്ടപ്പോൾ കേട്ടതാണ്. കേൾക്കാൻ നിന്നാൽ എന്നെ പണി ഉണ്ടാവുള്ളൂ, ജവാബും കബൂലും പറയാൻ. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഖുർആൻ ഓതാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം സുബൈക്കാണ്. സുബൈക്കല്ല, ഫത്ഹുൽ മുഈൻ. അതാ ഖുർആനോത്ത് വിശദീകരിച്ചെടുത്ത് നോമ്പിന്റെ ബാബിൽ കാണാം. ഖുർആൻ ഓതാൻ ഏറ്റവും അഫ്ളലായ സമയം ഏതാ? അത്തായ സമയത്ത്. ഏറ്റവും ഒന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ ഒന്നാണ് അഫ്ളലാണ്, പിന്നെ ഒന്നുണ്ടാവും.
ഏറ്റവും ശ്രേഷ്ഠമായ സമയം സുബൈന്റെ ശേഷമല്ല, സുബൈന്റെ മുമ്പാണ്. സമയം 2 സുബൈന്റെ ശേഷം, പിന്നെയാണ് മഗ്‌രിബ് ഇശാഇന്റെ. പക്ഷെ ഒക്കെ എന്ത് പറയൂ, സുബൈന്റെ ശേഷം സുബൈന്റെ ഒരു പേജെങ്കിലും ഓതാൻ കഴിയും, അപ്പോൾ ഓതാം. സുബൈന്റെ മുമ്പ് ഒരു പേജെങ്കിലും ഓതാൻ കഴിയുകയാണെങ്കിൽ അതിനിപ്പോ ഒരു 2-3 മിനിറ്റ് വരെ സുബൈന്റെ മുമ്പ് നമ്മൾ ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് വളരെ ശ്രേഷ്ഠത ഉള്ളതാണ്, വലിയ ശ്രേഷ്ഠത ഉള്ളതാണ്. അത്തായത്തിന്റെ നേരത്തുള്ള ഖുർആനോത്ത്, അത്തായത്തിന്റെ നേരത്തുള്ള ഇസ്തിഗ്ഫാർ, അതിനൊന്നും ചെറിയ ബഹുമാനമല്ല ഉള്ളത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്രയാണോ ആ രൂപത്തിൽ ചെയ്യണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, മോളെ ഇന്നേതാ ദിവസം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന് തിങ്കളാഴ്ചയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ മഹാനവറുകൾ പറയാണ്, ലോകത്തിന് അതിനേക്കാളും വലിയ ഔലിയുണ്ടോ? ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ വലിയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. തർക്കല്ല, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കല്ലേ, അംബിയായിന് ശേഷം മനുഷ്യരിൽ ഏറ്റവും മഹത്വമുള്ള മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നേതാ ദിവസം? തിങ്കളാഴ്ച. ഞാൻ ഇന്ന് മരിച്ചിരുന്നെങ്കിൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം അതാണ്. ഇമാം ബുഖാരി തങ്ങളെ തെളിവ്, ഞാൻ ഇന്ന് വഫാത്തായിരുന്നെങ്കിൽ, തിങ്കളാഴ്ചയല്ലേ ഇന്ന്, ഹബീബായ തങ്ങൾ വിടവാങ്ങിയ ദിവസമല്ലേ ഇന്ന്, ഇന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ. മഹാനവള ആഗ്രഹിച്ചെങ്കിൽ ആ ആഗ്രഹം ചെറിയ ആഗ്രഹമാണോ? പക്ഷേ വഫാത്ത് നടന്നത് നേരെ പിറ്റേന്നാണ്, ചൊവ്വാഴ്ചയാണെന്ന് മാത്രം. ആഗ്രഹിച്ചു എന്നുള്ളിടത്താണ് ഇമാം ബുഖാരി തങ്ങളെ തെളിവ്. അതുകൊണ്ട് തിങ്കളാഴ്ചക്ക് വലിയ പുണ്യമുണ്ട്, വലിയ മഹത്വമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് യാത്ര എന്ന് ആയത്തിൽ പറഞ്ഞു അല്ലേ? അഥവാ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു രാത്രി ഇശാന്റെ ശേഷം. പിന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പറഞ്ഞതോ, ഉമ്മു ഹാനി ബീവിന്റെ വീടും മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തും ഹറമിൽപ്പെട്ടതാണ്. ഹറം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലമൊന്നുമല്ല. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞതിന്റെ ആ ഇന്നത്തെ മസ്ജിദുൽ ഹറാമിന്റെ പരിധിയിലാണ് ശരിക്കും അന്ന് ഉമ്മു ഹാനി ബീവി റളിയല്ലാഹു അൻഹ വീട്. അന്നത്തെ ആ വീടും ഇന്നുള്ള മസ്ജിദുൽ ഹറാമിന്റെ ജനങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലവും നോക്കിയാൽ റെഡിക്ക് മനസ്സിലാവും. മസ്ജിദുൽ ഹറാമിൽ നിന്ന് പറഞ്ഞ ശരിയന്നെ. മസ്ജിദുൽ ഹറാമിന്റെ ഒരു പരിധിയും ഹറമിന്റെ ഒരു പരിധിയും രണ്ടാണ്. ഹറമൊക്കെ മസ്ജിദുൽ ഹറാം അല്ല, ഹറമു വേറെ, മസ്ജിദുൽ ഹറാം വേറെ. ഹറമു ഒരുപാടുണ്ട്, ഒരുപാട് വിശാലതയുണ്ട് ഹറം. മക്കയിൽ നിന്ന് ഒരു ഭാഗമാണ് തൻഈം വരെ ഹറമാണ്. തൻഈം ഒരു അതിർത്തിയാണ്, അവിടുന്നാണ് ഇഹ്റാം ചെയ്ത് ഇങ്ങോട്ട് പോരല്. തൻഈം വേറൊരു ഭാഗം നോക്കുകയാണെങ്കിൽ ജബലുന്നൂറിന്റെ അപ്പുറം വരെ ഹറമാണ്. അപ്പൊ ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട സ്ഥലമാണ് ഉമ്മു ഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്. അവിടെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ വീടിന്റെ മേൽക്കൂരയിൽ ഒരു വെളിച്ചെങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും ഇസ്രാഫീൽ അലൈഹിസ്സലാമും 3 മലക്കുകൾ ഇറങ്ങി വന്നു. ആ ഓരോ മലക്കിന്റെ കൂടെയും 70,000 മലക്കുകളുണ്ട്. ഇറങ്ങി വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകുകൊണ്ട് നബി തങ്ങളെ ഉണർത്തി. ഞാൻ എണീറ്റു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു, എന്തേ വന്നതെന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന റബ്ബി തആല ബഅസനി ഇലൈക്, അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ്. അമറനി അൻ ആതീഹി ബിക ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ്. വലിയൊരു ബഹുമാനാണ്. സ്പെഷ്യൽ വാഹനം കൊടുത്തയച്ചതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വരാൻ വേണ്ടി ഓർഡറല്ല, വരാൻ വേണ്ടി ഇത്രയും മലക്കുകളുടെ അകമ്പടിയോടുകൂടെ. എത്ര മലക്കുകൾ? 3 മലക്കുകളല്ല, ആ 3-ൽ ഓരോ മലക്കിന്റെ കൂടെയും 70,000 മലക്കുകളുണ്ട്. ഹദീസിന്റെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ രാത്രിയിൽ ഒരു ബഹുമാനം നിങ്ങൾക്ക് തരാനുണ്ട്. ലം യുക്രം ബിഹാ അഹദുൻ ഖബ്ലക് വലാ യുക്റമു ബിഹാ അഹദുൻ ബഅദക്.
നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും ആ ബഹുമാനം നൽകപ്പെട്ടിട്ടില്ല, ശേഷം ഒരാൾക്കും ഇനി ആ ബഹുമാനം നൽകപ്പെടുകയും ഇല്ല. തങ്ങൾക്ക് മാത്രമുള്ളൊരു ബഹുമാനം, അത് തരാൻ തങ്ങളെയും കൊണ്ട് ചെല്ലാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് തങ്ങൾ ഈ രാത്രിയിൽ വരികയാണെങ്കിൽ സന്തോഷം. ഫഇന്നക തുരീദു അൻ തുകല്ലിമ റബ്ബക വതൻദുറ ഇലൈഹി. നബിയെ, തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ റബ്ബിനോടൊന്ന് സംസാരിക്കാൻ, അള്ളാഹുവിനെ ഒന്ന് കാണാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ? അള്ളാഹു ആഖിറത്തിൽ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ, നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് വലിയൊരു സന്തോഷമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം സംസാരിച്ച് ആ സംസാരത്തിൽ അല്ലാഹു തആലാന്റെ കലാമിൽ അങ്ങോട്ട് ലയിച്ച് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വന്ന കൊതി കൊണ്ടാണ് റബ്ബി അരിനി അൻദുർ ഇലൈക, അല്ലാഹുവേ നിന്നെ ഒന്ന് എനിക്ക് കാണിച്ചു തരണം, ഞാനൊന്ന് കാണട്ടെ. എന്തൊരു കൊതിയാണ്! കാണാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ടും മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുന്നത്, ആ മനസ്സിലുള്ള കൊതി ഒരു ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ കാണുക എന്നുള്ളത് വിശ്വാസികൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിശ്വാസികൾ ആഖിറത്തിൽ സ്വർഗത്തിൽ വെച്ച് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷവും അള്ളാഹുവിന്റെ കലാമാണ്. അതാണ് യാസീൻ സൂറത്തിൽ ഒറ്റ ആയത്തിൽ അള്ളാഹു തആല സന്തോഷം ഒതുക്കിയത്. സ്വർഗത്തിലെത്തിയാൽ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ സന്തോഷം സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, റഹീമായ റബ്ബിൽ നിന്ന് കിട്ടുന്ന സലാം, അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ആഖിറത്തിൽ സ്വർഗത്തിൽ വേറെയില്ല. റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സലാമാണെങ്കിലോ എത്ര വലിയ സ്ഥാനമാണ്. ഇരിക്കട്ടെ, അള്ളാഹുവിനെ കാണാനും സംസാരിക്കാനും ഈ രാത്രിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാനുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ ഉടനെ എഴുന്നേറ്റ് ഉളു കൊടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചു. ഫർദ് നിസ്കാരങ്ങളൊന്നും ഫർദാക്കപ്പെട്ടിട്ടില്ലല്ലോ, സുന്നത്ത് നിസ്കാരം ഉണ്ട് നേരത്തെ. 2 റക്അത്ത് നിസ്കരിച്ചു. ഏത് യാത്രക്ക് പോകുമ്പോഴും 2 റക്അത്ത് നിസ്കരിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടങ്ങുന്നത് നിസ്കാരം കൊണ്ടാണ്. യാത്ര കഴിഞ്ഞു വന്നാലും തങ്ങൾ പള്ളിയിലാണല്ലോ ആദ്യമായിട്ട് കയറുന്നത്. അത് പതിവാക്കാൻ കഴിയുന്ന ആളുകൾക്ക് വലിയൊരു സന്തോഷമാണ്. പുരേന്നൊക്കെ യാത്ര പറഞ്ഞിറങ്ങിയിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ പള്ളിയിലൊന്ന് കയറി 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയും. ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല, ഗൾഫിലേക്ക് പോകുമ്പോഴും യാത്രകൾക്കൊക്കെ പോകുമ്പോൾ സിയാറത്തൊക്കെ തുടങ്ങുമ്പോൾ ആൾക്കാരോട് പറയും പള്ളിയിലേക്ക് എത്തണം. പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് വാഹനത്തിലേക്ക് 2 റക്അത്ത് നിസ്കരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ മഹത്തായ സ്വദറിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന ഭാഗമില്ലേ നെഞ്ചിന്റെ ഇവിടെ, അതിന്റെ നേരെ താഴ്ഭാഗം അങ്ങോട്ട് കീറി, താഴോട്ടങ്ങനെ ഏകദേശം പുക്കളിന്റെ അടുത്തേക്ക് ഒരു കീറി. കീറിയത് ആയുധം ഉപയോഗിച്ചല്ല, ഒരു രക്തവും അതിൽ നിന്ന് ഒലിച്ചിട്ടില്ല. തങ്ങൾക്കതുകൊണ്ടൊരു വേദനയും ഉണ്ടായിട്ടില്ല. അവരെ സാധാരണ രൂപത്തിലാണ്. അങ്ങനെ സംസം വെള്ളത്തിന്റെ ഒരു തളിക കൊണ്ടുവന്നു, ഖൽബ് പുറത്തെടുത്തു. അതേ, ആ ഖൽബ് 3 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം കഴുകി. സംസം വെള്ളത്തിന്റെ മഹത്വം അവിടെ മനസ്സിലാക്കണം. നീട്ടി പറയുന്നില്ല. എന്നിട്ടത് തിരിച്ചു വെച്ചു. തിരിച്ചതേ രൂപത്തിൽ തന്നെ കൂടി. അവിടെ ചെറിയ ഒരു അടയാളത്തിനൊരു ചെറിയ വര ഇങ്ങനെ ബാക്കി വെച്ചിരുന്നു കാണാൻ. ഒരു ചെറിയ ഒരു നൂലിങ്ങനെ, ഒരു നൂലിന്റെ ഒരു വര ഇങ്ങനെ, ഒരു ചെറിയ അടയാളം. അങ്ങനെ ഞാരെങ്കിലും അങ്ങനെ കീറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഒരു കോലക്കേടൊന്നാവില്ല, ഒരു ചെറിയ ആ ഷർഫാക്കപ്പെട്ട പൂമേനിയിൽ. ഈ ഷഖ്ഖുസ്വദർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി കുട്ടിക്കാലത്ത് 5-ാമത്തെ വയസ്സിൽ ബനൂ സഅദ് ഗോത്രത്തിൽ ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായി അങ്ങനത്തെ ഒരു സംഭവം. കുട്ടികളോടുകൂടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തായിരുന്നു. ആ പുറത്ത്, വീട്ടിന്റെ പുറത്ത് നിന്നാണ് ശുഭ്രവസ്ത്രധാരികളായ ആളുകൾ വന്ന് തങ്ങളൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയത്. കൃത്യമായി ആ കുട്ടിപ്രായത്തിൽ തന്നെ തങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിശദീകരിച്ചു. ഹലീമ ബീവിക്കും ഭർത്താവിനും പേടി കൂടി. കാരണം മുല കൊടുക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടും ഒരുപാട് ബറക്കത്തുകൾ കണ്ടിട്ട് ആണ് ഈ കുട്ടിനെ പിന്നെയും ഇവിടെ തന്നെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു വന്നത്. മറ്റു കുട്ടികൾക്കൊക്കെ മുലകൊടി പ്രായം കഴിഞ്ഞാൽ കൊണ്ടുപോയി ആക്കും. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ബറക്കത്തുകൾ ബീവി കണ്ടു, ആസ്വദിച്ചു, അനുഗ്രഹിച്ചു. അപ്പൊ ഒന്നുകൂടി ഇവിടെ താമസിക്കാനുള്ള, ഇവിടെ തന്നെ പെട്ടെന്ന് പോകുമ്പോഴുള്ള ആ സങ്കടം അബ്ദുൽ മുത്തലിബും കുടുംബക്കാരൊക്കെ സമ്മതിച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നതല്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി. ഈ സംഭവം ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് പോയിട്ട് വിശദീകരിച്ചു കൊടുത്തു ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. കൂട്ടത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇങ്ങനൊക്കെ സംഭവിച്ചപ്പോ വല്ല ശൈത്താനിയത്തുണ്ടോ എന്നൊരു പേടി, പൈശാചികമായ വല്ലതുണ്ടോന്ന് പേടി. അപ്പോൾ ഉടനെ തന്നെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാലിശ്ശൈത്വാനി അലൈഹി മിൻ സബീൽ, മാലിശ്ശൈത്വാനി അലൈഹി മിൻ സബീൽ. പിശാചിന് ഈ കുട്ടിയിലേക്ക് ഒരു വഴിയും ഒരു പഴുതുമില്ല. ഈ കുട്ടിയെ സ്വാധീനിക്കാനോ, ഈ കുട്ടിയുടെ ശരീരത്തിൽ എന്തെങ്കിലും സ്ഥാനം പിടിക്കാനോ, മനസ്സിൽ ദുർബോധനം ഉണ്ടാക്കാനോ ഒരു പഴുതുമില്ല. നിങ്ങളാ വിചാരിച്ചതൊന്നല്ല എന്റെ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. അത് കുട്ടിക്കാലത്ത് നടന്നതാണ്. മറ്റൊന്ന്, 40-ാമത്തെ വയസ്സിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ശക്ക് സദറുണ്ടായി. കാരണം വലിയൊരു ഉത്തരവാദിത്വം അല്ലാഹു തആല തങ്ങൾക്ക് കൊടുക്കുകയും പ്രഖ്യാപിക്കാൻ വേണ്ടി മാലോകരോട് പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. നുബുവത്തിന്റെ, റിസാലത്തിന്റെ അടയാളങ്ങൾ ഒരുപാട് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇനി ജനങ്ങളിലേക്ക് അത് തുറന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. 40-ാമത്തെ വയസ്സിൽ അതിന്റെ പ്രകാശനം ആളുകളിലേക്ക് അത് പ്രകാശിപ്പിക്കുകയാണ്. ആ സമയത്ത് ഉണ്ടായിത്തീരുന്ന ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ട്. അതൊക്കെ സഹിക്കാനും തരണം ചെയ്യാനും മുന്നോട്ട് നീങ്ങാനും ഒന്നുകൂടി കരുത്ത് നൽകാൻ വേണ്ടി രണ്ടാമതും ഒരു ശക്ക് സദർ ഉണ്ടായി. ഇസ്രാഇന്റെ യാത്രയിൽ രാത്രി സമയത്ത് ഉണ്ടായി. അത് കഴിഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം വാഹനത്തെ, ദാബത്തുൻ ബൈളാ, വെളുത്തൊരു വാഹനം, ബുറാഖ് എന്ന പേരുള്ള വെളുത്തൊരു വാഹനം. എന്താ ബുറാഖ് എന്ന് പറഞ്ഞാല്? ബുറാഖ് എന്ന് പറഞ്ഞാല് ഒന്നുകിൽ അതിന് മിന്നൽ പ്രകാശം പോലെ നല്ല പ്രകാശം, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ വേഗത കൂടുതലുണ്ട്. പ്രകാശത്തിന്റെ വേഗതയാണ് ബുറാഖിന്റെ വേഗത. അത്രയും വലിയ വേഗതയുള്ള വാഹനം കൊണ്ടുവന്നു. അതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് മഹാന്മാര് പറഞ്ഞു, ഖദ്ദുൽ ബുറാഖി കഖദ്ദിൽ ഇൻസാൻ. ബുറാഖിന്റെ കവിള് മനുഷ്യന്റെ കവിള് പോലെയാണ്. അതിന്റെ കാലുകൾ ഒട്ടകത്തിന്റെ കാല് പോലെയാണ്. അതേ സമയത്ത് അതിന് നല്ല വെളുത്ത മുത്തുകൊണ്ട് അതിന്റെ മേൽ ജീനി വെച്ചിട്ടുണ്ട്. ചുവന്ന മാണിക്യം കൊണ്ടൊരു കടിഞ്ഞാണുണ്ട്. ഏത് സമയത്തും പ്രകാശിച്ചുകൊണ്ടിരിക്കും. എന്നാ പിന്നെ ഈ വാഹനം ആണാണോ? ആണല്ല. പെണ്ണാണോ? പെണ്ണുമല്ല. മലക്കുകളെ പോലെ. മലക്കുകൾ ലാ യൂസഫൂന ബിദുക്കൂറത്തിൻ വലാ ഉനൂസ. മലക്കുകൾക്ക് ആണെന്നും പറയില്ല, പെണ്ണെന്നും പറയില്ലല്ലോ. അതേപോലെ ഒരു വിഭാഗം, അതേപോലെ ഒന്നാണ് ബുറാഖ്. ബുറാഖിനെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമാ റഅയ്തു ദാബത്തൻ അഹ്സന മിൻഹാ. അത്ര സൗന്ദര്യമുള്ള ഒരു വാഹനം ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു സൗന്ദര്യം എന്നറിയാം. അതിന്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് വീണ്ടും വീണ്ടും അതിലേക്ക് കൊതിയായിപ്പോയി. ഞാൻ ചോദിച്ചു, ജിബ്രീലേ, ഇതെന്താണ് ഈ വാഹനം? ഇത് ബുറാഖാണ് നബിയെ, തങ്ങളതിൽ കയറുക, അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെടുക. ജിബ്രീൽ അലൈഹിസ്സലാം ആ വാഹനത്തെ ഒതുക്കി നിർത്തിക്കൊടുത്തു.
ഒരു ഭാഗത്ത് മീകായിൽ അലൈഹിസ്സലാമുണ്ട്, പിൻഭാഗത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാമുമുണ്ട്. തങ്ങൾ അതിലേക്ക് കയറാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ആ വാഹനം മോട്ട് കാണിച്ചു. കയറാൻ സമ്മതിക്കാത്തതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം കൈവച്ചുകൊണ്ട് ചോദിച്ചു, അമാ തസ്തഹീന മിമ്മാ ഫഅൽതു ഫവല്ലാഹി മാ റകിബക അഹദുൻ അക്റമ അലല്ലാഹി മിൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നീ നാണിക്കുന്നത്? ആരാ നിന്റെ പുറത്ത് കയറാനിരിക്കുന്നത്? അല്ലാഹു ഏറ്റവും ബഹുമാനം നൽകിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിന്റെ പുറത്ത് കയറാനിരിക്കുന്നത്, പിന്നെ എന്താണ് നാണിക്കുന്നത്? ആ സമയത്ത് ബുറാഖ് പറഞ്ഞു, ലമ്മസ്തസ്അബ മിൻഹു ഇല്ലാ ലിയദ്മന യശ്ഫഅലി യൗമൽ ഖിയാമ. ഞാൻ ഈ പ്രയാസം കാണിച്ചത് ഈ വാഹനപ്പുറത്ത് തങ്ങൾ കയറുന്നതിന്റെ മുമ്പ് തങ്ങൾ എനിക്കൊന്ന് ജാമ്യം നിൽക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാളിൽ തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. അതിനാണ് ഞാൻ ഇങ്ങനെ മടി കാണിച്ചത്. തങ്ങളെ ശഫാഅത്ത് എനിക്ക് വേണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് ആഗ്രഹിക്കുന്നത് മനുഷ്യന്മാരും ജിന്നുകളും മലക്കുകളും മാത്രമല്ല, ലോകത്തുള്ള സർവ്വ സൃഷ്ടികളും തങ്ങളുടെ ശഫാഅത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനം. ലിഅന്നഹു അക്രമുൽ ഖലായിഖി അലല്ലാഹ്. കാരണം ഈ വാഹനത്തിൽ കയറാൻ പോകുന്ന നേതാവ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റെഡി, ശഫാഅത്തിന് ഞാൻ നിനക്ക് ജാമ്യം തന്നു, ശഫാഅത്ത് തരും. അപ്പോൾ ആ വാഹനം ഒതുക്കി നിർത്തിക്കൊടുത്തു. ശരിയായ രൂപത്തിൽ നിന്ന് തങ്ങൾ അതിന്റെ പുറത്ത് കയറി യാത്ര തുടരുകയാണ്. യാത്ര അങ്ങനെ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇൻസിൽ ഫസല്ലി റക്അതൈൻ. ഇറങ്ങൂ നബിയെ, 2 റക്അത്ത് നിസ്കരിക്കൂ. യാത്രയിലേക്ക് പോകാൻ. അപ്പൊ അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഒരുപാട് ബറക്കത്തുകളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. സാധാരണ യാത്ര പോകുന്ന യാത്രക്കാരനും അത് സ്വീകരിക്കണം. ഓതേണ്ട സൂറത്തുകളും മറ്റൊക്കെ ഓതണം, ദിക്റുകളൊക്കെ ചൊല്ലണം. നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകളും നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട സൂറത്തുകളൊക്കെ ഉണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദമായി അവിടുത്തെ അദ്കാറിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിൽ കയറിയിട്ട് ഒരുപാട് ദിക്റ് ചൊല്ലാനുണ്ട്. വെറും ഒരു സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാന്ന് മാത്രമൊന്നുമല്ല. നമ്മളാൾക്കാർ ഒരു സുബ്ഹാനല്ലദീ സഖറ ലനാ അവിടെ ചുരുക്കും, അത്ര നല്ല ഉള്ളത്. ചില അറബികൾ അത് ഫുള്ളായിട്ട് ചൊല്ലും, വിവരമുള്ള ആൾക്കാർ. കുറേ ദിക്റ് ചൊല്ലാനുണ്ട്. കാരണം ഈ യാത്രയിൽ എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കും. യാത്ര സുഗമമായി അങ്ങോട്ടെത്തുകയും വേണം, തിരിച്ചു പോരുകയും വേണം. ഓരോ ഘട്ടത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ വാഹനം ഇറങ്ങുന്ന സമയത്തും റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ തങ്ങൾ ദുആർക്കും. റബ്ബി അദ്ഖിൽനി മുദ്ഖല സുദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സുദ്ഖിൻ വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. എവിടെ വാഹനം ഇറങ്ങുമ്പോഴും ചൊല്ലും. കാരണം ആ നാട്ടിലെ അവസ്ഥകളോടൊക്കെ യോജിക്കണം, ചേരണം. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകരുത്. ലക്ഷ്യം നേടാൻ വേണ്ടിയില്ല യാത്ര പോകുന്നത്. തിരിച്ചു വരുമ്പോഴും അങ്ങനെ സ്പെഷ്യൽ ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെ ചൊല്ലണം. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഏതാണ് സ്ഥലം? വേറെ ചെറിയ റിപ്പോർട്ടുകൾ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങോട്ട് ചോദിച്ചു, നബിയെ നിസ്കരിച്ചത് എവിടെയെന്ന് അറിയോ? ഇല്ല, നിസ്കരിച്ചത് എവിടെയെന്ന് അറിയില്ല. സ്വല്ലൈത ബി ത്വയ്ബ വൈലിഹൽ മുഹാജറ. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഹിജ്റ വരാനിരിക്കുന്ന ത്വയ്ബ മദീനത്തുൽ മുനവ്വറയാണ്. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്ര പോകുന്ന ഘട്ടത്തിൽ നിസ്കരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് പിന്നെ പുറപ്പെട്ടു 2 റക്അത്ത് നിസ്കരിച്ചിട്ട്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു, ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, സ്ഥലം അറിയോ? ഇല്ല. സ്വല്ലൈത ബി തൂരി സീന. നിസ്കരിച്ചത് തങ്ങൾ നിസ്കരിച്ചത് തൂരി സീനയിലാണ്. ഇനി തൂരി സീനയിൽ പോകുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാൻ പുതിയ തെളിവും ചോദിച്ച് നടക്കണ്ട. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. നമ്മളെ യാത്രയിലെ ടൂറിലൊക്കെ ഇവിടെ നിസ്കരിക്കണമെന്നുണ്ടോ? അവിടെ ആരാ നിസ്കരിച്ച് കാണിച്ചെന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ തൂരി സീനക്ക് പ്രത്യേകത?
അല്ലതി കല്ലമല്ലാഹു ഹൈസു കല്ലമല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമുമായിട്ട് അല്ലാഹു തആല സംസാരിച്ച പർവ്വതമാണല്ലോ തൂരി സീന. അങ്ങോട്ട് കയറുമ്പോഴല്ലേ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, ചെരുപ്പഴിച്ചു വെക്കുക. പരിശുദ്ധമായ ഒരു താഴ്വരയിലേക്കാണ് പോകുന്നത്, ചെരുപ്പഴിച്ചു വെക്കുക. അവിടെ എത്തുമ്പോ ആ ആയത്തും ആ ചെരുപ്പഴിച്ചു വെക്കലൊക്കെ പ്രത്യേക ഓർമ്മ. തൂരിസീനയിൽ 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെയും മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നെയും ഇറങ്ങാൻ പറഞ്ഞു. 3ാമത്തെ ഘട്ടം ഇറങ്ങി നിസ്കരിക്കൂ 2 റക്അത്ത്. അതൊക്കെ ഓരോ മഹാന്മാരുടെ, ഓരോ മഹൽ വ്യക്തിത്വങ്ങളുടെ കാലടിപ്പാടുകൾ കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിസ്കരിച്ചത് സ്വല്ലൈത ബി ബൈത്തിലഹിം, ബെത്ലഹേമിലാണ് നിസ്കരിച്ചത്. എന്താ അതിന്റെ പ്രത്യേകത? ഹൈസു ഉലിദ ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം ജനിച്ചത് അവിടെയാണ്. ജനിച്ച സ്ഥലം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു ചർച്ചിന്റെ ഉള്ളിലാന്ന് മാത്രം ഇപ്പോഴുള്ളത്. കാണാനൊക്കെ പറ്റും. അവിടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ കാത്തിരിക്കേണ്ടിരുന്നു മാത്രം. രാവിലെയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥന ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ പോയപ്പോൾ ഇവിടെ പ്രാർത്ഥന ഉണ്ട്. ഞങ്ങളെ യാത്രയിൽ ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കാഫിയത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. കുറച്ചു നേരം ഇങ്ങനെ കാത്തുന്നപ്പോൾ പിന്നെ മടുപ്പായി. പിന്നെ അവിടുന്ന് പോയി. പ്രാർത്ഥന കഴിക്കില്ല. എൻ്റെ ഉള്ളിൽ പ്രത്യേക അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലം. താഴ്ഭാഗത്ത് മേലെയും മേലോട്ടൊക്കെ പള്ളിയുണ്ട്. ആ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചു വീണ ആ സ്ഥലം, അന്നൊരു കുന്നായിരുന്നു അത്. ഇപ്പോഴാണ് പള്ളിയൊക്കെ വന്നത്. അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ നിങ്ങൾ നോക്കി, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചു വീണ സ്ഥലത്തിന് എത്ര വലിയ പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞുപോയ മഹാന്മാരുടെ മഹത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിലേക്ക് പോകാൻ പോകുന്നത്. ഇസ്രായേലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഇസ്രായേൽ ഈ മഹത്വങ്ങളൊക്കെ തങ്ങൾ സ്വീകരിക്കാൻ, ഈ ബറക്കത്തുകളൊക്കെ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ പിന്നെ ഒരു വെളുത്ത ഭൂമിയിലെത്തി. അപ്പോഴും പറഞ്ഞു ഇൻസിൽ ഫസല്ലി, ഇറങ്ങി നിസ്കരിക്കൂ 4ാമത്തെ തവണ. നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിസ്കരിച്ചത് സ്വല്ലൈത ബി മദിയൻ, മദിയനിലാണ് നിസ്കരിച്ചത്. ആരുടെ നാടാ മദിയൻ? നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാം അവരുടെ നാടാണ്. മുൻകാല പ്രവാചകന്മാര്, മഹത്തുക്കൾ, അവര് നടന്ന, അവര് ജനിച്ച, അവര് അള്ളാഹുമായി മുനാജാത്ത് നടത്തിയ ഈ മഹത്വമുള്ള സ്ഥലങ്ങളിൽ തങ്ങളും ഒന്ന് ബറക്കത്തെടുക്കണം. അതിന് 2 റക്അത്ത് നിസ്കാരം അല്ലേ? ചിലര് ഉണ്ട് ജബലന്നൂറിന് മുകളിൽ കയറിയിട്ട് ഹിറാ ഗുഹയിൽ നിസ്കരിച്ചാൽ ചില ആൾക്കാർ ചൂടാവും. നിസ്കരിച്ചാൽ ചൂടാകാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, യാ ബനി അബ്ദി മനാഫ് ലാ യംന അഹദുകും മൻ ത്വാഫ ഹാദൽ ബൈത്ത് വസല്ല ഫിൽ ഹറം. അയ്യത സഅ, ഏത് സമയത്ത് ഹറമിൽ ആര് നിസ്കരിച്ചാലും തടയാൻ പാടില്ല. ആര് എപ്പോ വന്ന് തവാഫ് ചെയ്താലും തടയാൻ പാടില്ല. അവിടെ മസ്ജിദുൽ ഹറാം പൂട്ടിയിടാത്ത, മസ്ജിദുൽ ഹറാം പൂട്ടൂല, അത് സദാസമയത്ത് ഓപ്പണാ. എന്താ കാരണം? ഏത് സമയത്തും നിസ്കരിക്കാൻ അവിടെ സൗകര്യപ്പെടുത്തി കൊടുക്കും. അത് ഹറമിൽ മൊത്താ പറഞ്ഞത്, മസ്ജിദുൽ ഹറാമിൽ മാത്രല്ല. ആ ഹറമിൽപ്പെട്ട സ്ഥലമാണ് ഈ പറഞ്ഞ ജബലുന്നൂർ. പിന്നെ അതിന്റെ മുകളിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാൽ അതിന്റെ മുകളിൽ ഇരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടില്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടെ വെച്ച് നിസ്കരിക്കുന്നത് തങ്ങൾ കാണിച്ചു കൊടുത്തില്ലേ? സുന്നത്ത് നിസ്കാരം. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, ഇതെന്താ നബിയെ തങ്ങൾ ചെയ്യുന്ന പണി എന്ന് ചോദിച്ചു. ഇതിന് നിസ്കാരം എന്ന് പറയും. നിസ്കാരം എനിക്കും പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. ആദ്യമായി തങ്ങളെ കൂടെ നിസ്കരിച്ച മഹദി ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. ഉളൂ പഠിപ്പിച്ചു കൊടുത്തതും ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷെ അന്നൊന്നും ഫർദ് നിസ്കാരം ഇല്ല, സുന്നത്ത് നിസ്കാരങ്ങളേ. അത് കഴിഞ്ഞ് ഇവിടവും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. മസ്ജിദുൽ അഖ്സയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ പോകുന്നതിനിടക്ക് തങ്ങൾ ഒരുപാട് കാഴ്ചകൾ കാണാണ്. ലിനുരിയഹു മിൻ ആയാത്തിന എന്ന് പറഞ്ഞില്ലേ? മസ്ജിദുൽ അഖ്സയിലേക്ക് എന്തിനാണ് തങ്ങളെ യാത്രയാണം നടത്തിച്ചത്? നമ്മുടെ അടയാളങ്ങളിൽ നിന്ന്, ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി.
എന്തൊക്കെ കണ്ടു? പോകുന്ന പോക്കിൽ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോ ഒരു ഭാഗത്തേക്ക് ഒളിഞ്ഞു നിന്നിട്ട് ഒരാളെ നബിതങ്ങൾ വിളിക്കുന്നുണ്ട്. ഒളിഞ്ഞു നിന്ന് വിളിച്ചാൽ ആ വിളി ശരിയില്ല എന്നാണ്, ഉത്തരം ചെയ്യാൻ പാടില്ല. അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. ആ വിളി ഇങ്ങനെ കേട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സിർ നബിയെ, യാത്ര തുടരൂ, തിരിഞ്ഞോക്കരുത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഒരു പ്രായമുള്ള ഒരു പെണ്ണിനെ കണ്ടു. അപ്പൊ എന്താ അതെന്ന് വെച്ചു, അത് പിന്നെ പറയാം, പോകാ. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ ഒരു സംഘം ആളുകളെ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവരൊക്കെ സലാം ചൊല്ലിയപ്പോ സലാം മടക്കിക്കൊള്ളുന്നു. നിബിതങ്ങൾക്ക് സലാം പറഞ്ഞവര് സലാം മടക്കിക്കൊള്ളുന്നു. എന്നിട്ട് അതിന്റെ അവസാനം വിശദീകരിച്ചു കൊടുത്തു. അല്ലദീ ദഅക അവ്വലൻ, ആദ്യം കുറച്ച് തെറ്റി നിന്ന് ഒളിഞ്ഞെന്ന് വിളിച്ചില്ലേ, അവൻ ഇബ്ലീസാണ്. ഇബ്ലീസിന്റെ പണിയാണ്. തങ്ങളെങ്ങാനും ഉത്തരം ചെയ്തിരുന്നെങ്കിൽ ഉമ്മത്ത് മുഴുവനും ഇബ്ലീസിന്റെ ആൾക്കാരായി. അതുകൊണ്ടാണ് ഉത്തരം ചെയ്യേണ്ട വേഗം പോകാന്ന് പറഞ്ഞത്. രണ്ടാമത് കണ്ട കാഴ്ച ഒരു വൃദ്ധയായ ഒരു പെണ്ണിന്റെ കാഴ്ചയാ കണ്ടത്. എന്തിനാപ്പ ആ പെണ്ണിനെ കൊണ്ടുപോയി നിർത്തിയത്? അതാണ് ദുന്യാവ്. ദുന്യാവ് അത്രയേ ഉള്ളൂ, ദുന്യാവിന്റെ കാലാവധി അത്രയേ ഉള്ളൂ. ആ വൃദ്ധയായ പെണ്ണിന് ഇനി എത്ര കാലം ദുനിയാവിൽ ഉണ്ടാകുന്നു നോക്കിയാൽ തന്നെ എല്ലാവർക്കും അറിയും. അത്രയാണ് ഈ ദുന്യാവിന്റെ കാലാവധി, കുറച്ചേ ഉള്ളൂ. മൂന്നാമതായി കണ്ട കാഴ്ച ഒരു സംഘം ആളുകളെയാണ്. ആ സലാം പറഞ്ഞത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുന മൂസ അലൈഹിസ്സലാം, സയ്യിദുന ഈസ അലൈഹിസ്സലാം. മൂന്ന് നബിമാരും വഴിയോരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി നിൽക്കുക. തങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? മസ്ജിദുൽ അഖ്സയിലേക്ക്. അവിടെ എത്തിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ. അങ്ങനെ ഉണ്ടല്ലോ, നേരത്തെ വന്ന് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ വഴിയിൽ വെച്ച്. അങ്ങനെ ഒരു സ്വീകരണത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുന്ന കാഴ്ച ഒരു വിഭാഗം കർഷകരെയാണ്. അവർ കൃഷി ചെയ്തിട്ട് നല്ലവണ്ണം വിളവെടുപ്പുണ്ടാകുന്നുണ്ട്. പക്ഷെ കൊയ്ത് കഴിയുമ്പോഴേക്ക് പിന്നെയും അവിടെ കൃഷി പാകപ്പെട്ട് കിടക്കുക. കൊയ്തങ്ങോട്ട് പോകുമ്പോഴേക്ക് പിന്നെയും അങ്ങനെ, അത് എടുത്തു പോകുമ്പോഴേക്ക് പിന്നെയും അതാ. പച്ചക്കറികളാണെങ്കിൽ ആ പച്ചക്കറികൾ അരിഞ്ഞു കൊണ്ടുപോകുമ്പോ തിരിച്ചു വരുമ്പോഴേക്ക് വീണ്ടും പച്ചക്കറി. കൃഷികളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ. ഇതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഹൗലാഇൽ മുജാഹിദൂൻ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളാണ്. അവർക്കുള്ള പ്രതിഫലങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാ കാണുന്നത്, തീരുന്നില്ല. എത്ര വിളവെടുത്തു വന്നാലും വീണ്ടും വിളവെടുക്കാൻ എവിടെയുണ്ട്? ഇരട്ടി ഇരട്ടിയായിട്ടല്ലേ അല്ലാഹു തആല അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നത്. അതിൽ യോദ്ധാക്കളുണ്ട്, രക്തസാക്ഷികളുണ്ട്, അല്ലാത്ത രൂപത്തിൽ ധർമ്മസമരം ചെയ്തവരുണ്ട്. പിന്നെ ഒരു വിഭാഗം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടു. ഒരു വല്ലാത്ത കാഴ്ചയാണ് കണ്ടത്. തുർലഹു റൂസുഹും ബിസ്വഖരി കുല്ലമാ റുലിഖത് ആദത്. അവരുടെ തല മുഴുവനും പാറക്കല്ലുകളെ കൊണ്ട് കുത്തിച്ചതക്കുന്നു. കുത്തിച്ചതഞ്ഞ് ചതഞ്ഞ് മുഴുവനും പോകുന്ന നേരത്ത് വീണ്ടും തലതാ പൂർവസ്ഥിതിയിൽ വരുന്നു. വീണ്ടും കല്ല് കൊണ്ട് കുത്തിച്ചതക്കുകയാണ്. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ഹൗലാഇൽ ലദീന തസാഖല റൂസുഹും അനിസ്സലാഹ്. നിസ്കാരത്തിന് തലപൊന്താത്ത ആളുകൾ. നല്ല തണുപ്പല്ലാഹു നൽകിയപ്പോൾ സുബ്ഹി നിസ്കരിക്കുന്നവർ, കുളിച്ച് ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കമുറങ്ങിയിട്ട് അസ്ർ നിസ്കരിക്കാൻ തലപൊന്താത്തവർ, നിസ്കരിക്കാൻ തലക്കനമുള്ള ആളുകളില്ലേ? അതെത്ര വലിയ മുതലാളിയാണെങ്കിലും ശരി, എത്ര വലിയ നേതാവാണെങ്കിലും ശരി, എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി, എത്ര വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണെങ്കിലും ശരി, അവന്റെ തല മുഴുവനും കുത്തി കുത്തി പൊളിക്കുകയാണ്.
ഈ തല കൊണ്ടല്ലേ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയത്. സഹോദരങ്ങളെ, നിസ്കരിക്കാത്തതിന് ആ തലക്ക് തന്നെ നോക്കിയിട്ട് കല്ലുകൊണ്ട് കുത്തിച്ചതക്കുന്നു, രൂപപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാണ്. നിസ്കാരം വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ഗൗരവം വിട്ടുപോകരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ച വലിയൊരു ഉപദേശമാണല്ലോ നിസ്കാരത്തെ പറ്റി. അത് ഒഴിവ് കഴിവില്ലാത്ത രൂപത്തിൽ തന്നെ സ്വീകരിക്കണം. എവിടുന്നും അത് സ്വീകരിക്കണം. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ സ്വഹീഹ് ബുഖാരിയിൽ കാണാൻ ഹദീസ്. നിസ്കാരത്തിന്റെ മാത്രം ഞാൻ പറയുന്നത്. ചില ആളുകളൊക്കെ ഉണ്ട് വിമാനത്തിൽ പോകും, വിമാനത്തിൽ ഇപ്പോൾ ഒതു കൊടുക്കാനും മറ്റൊന്നും കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നിസ്കരിക്കുക. ഇറങ്ങുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എവിടെങ്കിലും പോയി കുത്തിയാലോ? വിമാനത്തിൽ പോകുന്ന ആൾക്കാർക്ക് നിസ്കാരമൊന്നുമില്ലേ? ട്രെയിനിൽ പോകുന്നവർക്ക് നിസ്കാരമൊന്നുമില്ലേ? ചിലര് പറയാം അത് ഇനി ഇവിടെ ബുദ്ധിമുട്ടാണ്, എന്നാ പിന്നെ യാത്രക്ക് വരണ്ടിയിരുന്നു. നിയമങ്ങൾ പഠിക്കാനൊന്നും അവരില്ല. അവർക്ക് ബുദ്ധിമുട്ട് തീരെ തരണം ചെയ്യാൻ കഴിയില്ല. മുഴുവനും ഫുൾ ടൈം അവർ എയർ കണ്ടീഷനിൽ മാത്രം. നിയമങ്ങൾ തരണം ചെയ്യാനും നിയമങ്ങൾ സ്വീകരിക്കാനൊന്നും അവർ കഴിയില്ല. എങ്ങനെയാണ് ആ നിസ്കാരം പഠിക്കാനോ നിസ്കരിച്ചു നോക്കാനോ ഇല്ല ആളുകൾ. മുസ്ലിങ്ങൾ മൊത്തം ആ ഫ്ലൈറ്റിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ്. ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ നോക്കി, വാങ്കൊടുക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പാണ് എല്ലാവരും വിമാനത്തിൽ കയറിയത്. വിമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ വാങ്കൊടുത്തിട്ടുണ്ട്, അവിടെ തന്നെ വിമാനം എടുത്തിട്ടില്ല. പക്ഷെ എല്ലാവരും ഇതിനുള്ളിൽ കയറി. നിസ്കരിച്ചതോ ആകെ 2-3 ആളുകൾ മാത്രം. ഈ കെട്ടും പാണ്ടൊക്കെ ഉയർത്തിയിട്ട് നാട്ടിലേക്ക് എത്തുന്ന വല്ല ഉറപ്പുണ്ടോ? ഒരു കാലത്തും വീഴാത്തൊരു സാധനമാണോ വിമാനം എന്നുള്ളത്? എത്ര പ്രാക്ടീസുള്ള ആളായിരുന്നു വിമാനം ഓടിച്ചപ്പോൾ അടുത്ത് വീണത്? 30 കൊല്ലം പ്രാക്ടീസുള്ള ആളല്ലേ? അയാൾക്ക് വല്ല കഴിവുറവുണ്ടോ? അള്ളാഹുവിന്റെ തീരുമാനം ലംഘിക്കാൻ ആർക്കും കഴിയും. 3 ആളാ നിസ്കരിച്ചതാണ്. ബാക്കിയുള്ളവരുടെ കയ്യിൽ എത്ര ലഗേജ് ഉണ്ട്? ലഗേജ് കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് പാന്റിന്റെ കീശയിലും പിന്നെ കമ്മീസിന്റെ കീശയിലും ബനിയന്റെ ഉള്ളിലും എത്ര മുട്ടായി പൊതിയാ തിരികെ വെച്ചിരിക്കുന്നത്. 2-10 റിയാൽ കൊടുക്കേണ്ടതെന്ന് എഴുതിയിട്ടല്ലേ ആ തിരികലൊക്കെ. എന്നാലും ഒരു 2 മിനിറ്റ് 3 മിനിറ്റിന്റെ ഒരു സുബഹി നിസ്കാരം. ഇത്ര നന്ദി കെട്ട ജനത, ഇത്ര മോശമാണ്. ഞാൻ സ്വഹാബത്തിന്റെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടുവന്നത്. വെള്ളം തീർന്നു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ യാത്ര പോകുമ്പോൾ ആയിഷ ബീവി ഒരു മാല വായ്പ വാങ്ങിയിട്ടുണ്ട് യാത്രക്ക് വേണ്ടി. മാല അങ്ങനെ വായ്പ വാങ്ങിയത് കുഴപ്പമൊന്നുമില്ല, കൊടുക്കണമെന്ന് മാത്രം, ഒരു ഭംഗിക്ക് വേണ്ടിയില്ല. മാലയും വാങ്ങിപ്പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോ തങ്ങളോട് പറഞ്ഞു മാല കാണില്ല. എവിടെ എത്തിയിട്ടില്ല. അപ്പൊ സ്വഹാബത്തൊക്കെ തമ്പടിച്ചപ്പോ കുറച്ച് സ്വഹാബത്തെ നബിതങ്ങൾ പറഞ്ഞയച്ചു. നേരത്തെ നമ്മൾ അവിടെ നിന്നിരുന്നു, അവിടേറ്റ മാല പോയോ നോക്കാൻ വേണ്ടി. ഈ മാല നോക്കാൻ വേണ്ടി പോയ ആളുകൾ കുറച്ച് ദൂരം പോയി. അപ്പോഴേക്ക് നിസ്കാരത്തിന്റെ സമയമായി. അവരെ കയ്യിൽ വെള്ളമല്ല, തയമ്മുമിന്റെ നിയമം ഇറങ്ങിയിട്ടില്ല. അവരങ്ങനെ തന്നെ നിസ്കരിച്ചു. എങ്ങനെ? അങ്ങനെ തന്നെ ഒന്നുമില്ലാതെ നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, എന്തേ അങ്ങനെ നിസ്കരിക്കാൻ? കാരണം ടൈമാണ്, നിസ്കാരത്തിന്റെ സമയമാണ്. നിസ്കാരത്തിന്റെ സമയമാണ്, ആ സമയത്തിന്റെ ഒരു ബഹുമാനം പാലിക്കണല്ലോ. നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഞങ്ങൾ അവിടെ എത്തിയപ്പോ നിസ്കരിക്കാൻ ഉളു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല, ഞങ്ങൾക്ക് ഉളുവില്ല, ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു. അപ്പോഴേക്ക് ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മാല ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹു തആല തയമ്മുമിന്റെ ആയത്തിറക്കി. സ്വഹാബത്തിന് വന്ന സന്തോഷം എത്ര വലുതാന്നറിയോ? അതുവരെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അവർ പറഞ്ഞു, നിങ്ങളൊരു മാല കൊണ്ട് മനുഷ്യൻ ഇടങ്ങേറായത്, നിസ്കരിക്കാനും ഉളു കൊടുക്കാനും വെള്ളമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആയിഷ ബീവിന്റെ ഊരൊക്കെ ഒരു കുത്തെടുത്തു. നീ ഒരു വായ്പ വായിക്കൊണ്ടുവന്ന മാല കൊണ്ട് അക്ര ഹൽക്ക അതും പറഞ്ഞ് ഇവിടെ ആളുകളൊക്കെ ആകെ ഇടങ്ങേറായി. മാല വായ്പ വായിക്കൊണ്ടുവന്നത് ആയിഷ ബീവി പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടില്ല, കാരണം എന്റെ മടിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയുള്ളത്. കുത്ത് കിട്ടിയ വേദന ഉണ്ടെങ്കിലും അനങ്ങിയില്ല, ഞാനങ്ങനെ നിന്നു.
കുറച്ച് കഴിഞ്ഞപ്പോ തയമ്മൂമിന്റെ ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്തൊക്കെ വന്നിട്ട് ആയിഷ ബീവിനോട് പറയാണ്, യാ ആല ബൈത്തി അബീബക്കർ, ഓ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബമേ, മാഹിയ ബി അവ്വലി ബറക്കത്തിക്കും, ഇത് നിങ്ങളുടെ ആദ്യത്തെ ബറക്കത്തല്ല. നിങ്ങൾ കാരണമായി എന്ത് സംഭവമുണ്ടോ അതിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഖൈറുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ കൊണ്ടാണല്ലോ തയമ്മുമിന്റെ ആയത്തിറങ്ങിയത്. എത്ര വലിയ നിഅമത്താണ്. വെള്ളമില്ലെങ്കിൽ മണ്ണുപയോഗിച്ച് നിസ്കരിക്കാൻ പറ്റുമല്ലോ. ഓരോ സ്വഹാബിമാരും വന്ന് ആയിഷ ബീവിനോട് സന്തോഷം പറയാം. നിങ്ങൾ ചില്ലറ മഹതിയല്ല, നിങ്ങളെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഉപകാരം എത്ര വലുതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. സ്വഹാബത്തെ വെള്ളമില്ല, തയമ്മുമിന്റെ ആയത്തും ഇറങ്ങിയിട്ടില്ല, അപ്പോഴും അവർ നിസ്കാരത്തിന്റെ കാര്യം പരിഗണിച്ച് ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. എന്നാ ഉളു എടുത്ത് വന്നിട്ട് ഖിബിലൊന്നും കാണുന്നില്ലെങ്കിലും ആ സീറ്റിൽ ഇരുന്നിട്ട് നിസ്കരിക്കണം. ഖിബില ദിശ ഒന്നും ചിലപ്പോൾ അറിഞ്ഞില്ലാന്ന് വരും, നിസ്കരിക്കണം സമയം മാനിച്ചു. പിന്നീട് ആ നിസ്കാരം മടക്കുകയും വേണം. അതിന് നമ്മളെ ആൾക്കാർ എന്തായാലും 2 വട്ടം നിസ്കരിക്കാനാവൂല. കാരണം പിന്നെ ഡയറക്റ്റ് സ്വർഗത്ത് പോകണം, ഒറ്റ വട്ടം നിസ്കരിക്കാനാവുള്ളൂ. ഓ സുഹൃത്തെ, രണ്ടാമത് നീ വന്ന് നിസ്കരിക്കുന്നത് നിന്റെ നിസ്കാരം ഖളാ ആയതുകൊണ്ടല്ല, നിന്റെ നിസ്കാരം നിബന്ധനകൾക്ക് വിധേയമാകാത്തത് കൊണ്ട് ആ നിസ്കാരം നീ മടക്കി നിസ്കരിക്കാണ്. നിനക്ക് ഖളാ ആക്കിയതിന്റെ കുറ്റമില്ല, ശിക്ഷയില്ല. അതേ സമയത്ത് തീരെ നിസ്കരിക്കാതെ നീ വിമാനത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ആ നിസ്കാരം പിന്തിച്ചതിന്റെ പേരിൽ നീ കുറ്റക്കാരനാണ്. വിമാനം ഇറങ്ങി ആദ്യം നീ ചെയ്യേണ്ട നിർബന്ധ ബാധ്യത ഉമ്മാനെ കാണലല്ല, ഹോസ്പിറ്റലിലുള്ള വാപ്പാനെ കാണലല്ല, വിവാഹം കഴിഞ്ഞ മകളെ കാണലല്ല, ജനിച്ച കുട്ടിയെ കാണലല്ല, ഒന്നുമല്ല. ആദ്യം നീ നിസ്കാരം ഖളാ കൂട്ടണം. കാരണം അത് കാരണമല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം. അത് ആദ്യം മുന്തിക്കണം. നീ പള്ളിയിൽ ഇറങ്ങി വിമാനം ഇറങ്ങി പള്ളിയിൽ പോയി ളുഹർ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ളുഹറല്ല നീ നിസ്കരിക്കേണ്ടത്. നിനക്ക് വിമാനത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സുബ്ഹിയുണ്ട്, സുബ്ഹി ആദ്യം നിസ്കരിക്കണം. പലരും വീട്ടിലെത്തിയിട്ട് പോരാ, അതിന് മുമ്പ് നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ വിഷയം കുറച്ച് ഗൗരവമുള്ളതാണ്, അതെപ്പോഴും ആലോചിക്കണം. ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. ട്രെയിനിലെ യാത്രയിലും നിസ്കാരമുണ്ട്. ഖിബില ശരിക്ക് അറിയുന്ന രൂപത്തിലാണെങ്കിൽ, വൃത്തിയുണ്ടെങ്കിൽ, ട്രെയിനൊക്കെ നിർത്തിയിട്ട സമയത്തോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. അത് പിന്നെ മടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊന്നും സൗകര്യപ്പെടൂല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന രൂപത്തിൽ സമയത്തെ മാനിച്ചുകൊണ്ട് ഉദൂർത്ത് നിസ്കരിക്കണം. പിന്നീട് അത് മടക്കുകയും വേണം. അപ്പൊ ആളുകളെ വർത്താനതാണ്, 2 പണിക്കാകൂല, ഒറ്റ പണിക്കാകുള്ളൂ. അത് ശരിയല്ല. അങ്ങനെ ഉണ്ട്. ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉസ്താദേ, ഒരു വലിയ ഫോണൊക്കെ ഉണ്ടാവും, ഈ നിസ്കാരം ഇനി മടക്കേണ്ടിയുണ്ടോ? എവിടെ നിങ്ങൾക്ക് ആക്സിഡന്റ്? അത് കയ്യിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു എല്ലിനൊരു പൊട്ട് വന്ന് ഒരു കെട്ടൊക്കെ നല്ല ഭദ്രമായ കെട്ട് കെട്ടുന്നു. ഞാൻ ഈ കെട്ടിന് മുമ്പ് ഉദുവൊക്കെ എടുത്തിരുന്നു. ഉദുവൊക്കെ എടുത്തോട്ടെ, കുഴപ്പമില്ല. ഉദു എടുത്താലും ഉദു എടുത്തില്ലെങ്കിലും തയമ്മുമിന്റെ അവയവത്തിലാണെങ്കിലും ആ നിസ്കാരം മടക്കണം. നിസ്കരിക്കുകയും വേണം, മടക്കുകയും വേണം. എന്നാ നിനക്ക് ഖളാ ആക്കി എന്നുള്ളൊരു കുറ്റം വരൂല. നിന്റെ നിസ്കാരത്തിൽ ഒരു പൂർണ്ണത കുറവുള്ളത് കൊണ്ട് നീ അത് മടക്കുന്നു, നിനക്ക് കൂലി കൂടുന്നു, പൂർണ്ണ നിസ്കാരം ലഭിക്കും. അതേ സമയത്ത് 2 മാസം 3 മാസം തീരെ നിസ്കരിക്കാതെ നീ കിടക്കുന്ന കിടപ്പാണെങ്കിൽ അത്രയും കാലം നീ വലിയ വൻകുറ്റം ചെയ്തവനായി മാറും. അതുകൊണ്ട് നിസ്കരിക്കാൻ തല പൊന്തുന്നവരാകണം. തണുപ്പാണെങ്കിലും ശരി, ചൂടാണെങ്കിലും ശരി, തിരക്കാണെങ്കിലും ശരി, ഏത് സന്ദർഭമാണെങ്കിലും ശരി, കല്യാണമാണെങ്കിലും തെരഞ്ഞെടുപ്പാണെങ്കിലും വോട്ടാണെങ്കിലും വോട്ട് പിടിക്കാൻ പോകുകയാണെങ്കിലും അല്ലെങ്കിൽ കിട്ടിയിൽ സന്തോഷിക്കാൻ പോകുകയാണ്, ഏത് ഘട്ടമാണെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ചിലർ ചോദിക്കുന്നോട് ഉസ്താദ്, നിങ്ങൾ നിസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ച ശറഅ അങ്ങനെ നൽകുന്നില്ല, പിന്നെന്താ നമ്മളെ കാര്യം? നിസ്കരിക്കാത്തവന് ഒരു സ്ഥാനമില്ല. ഇമാമിങ്ങൾ പറഞ്ഞില്ലേ, വളർത്തു നായയെ കണ്ടു, വളർത്തു നായയുമായിട്ട് പോകുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യന് വിശന്നിട്ട് ബുദ്ധിമുട്ടായി, ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടുന്നില്ല. ഈ വളർത്തു നായയെ തന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഇപ്പോ റൂഹിന്റെ കാവലിന് വേണ്ടി, ജീവൻ ബാക്കി നിൽക്കുന്നതിന് വേണ്ടി ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ വളർത്തു നായയെ അറുത്ത് ഭക്ഷിക്കൽ ഹലാലായ ഒരു സന്ദർഭം. അപ്പോഴാണ് നിസ്കരിക്കാത്ത ഒരാൾ ഇങ്ങനെ വരുന്നത് കണ്ട്, എന്നാ ഈ നായനെ അറക്കരുത്, ആ നിസ്കരിക്കാത്തവന്റെ കാലുമൊന്ന് നല്ലൊരു ഇറച്ചി മുറിച്ചെടുക്കുക, എന്നിട്ട് അത് വേവിച്ചുകൊണ്ട് തിന്നണം. ഈ നായന്റെ അത്രയും സ്ഥാനം ആ താരിഖു സ്വലാത്തിനില്ല. നിസ്കരിക്കാത്ത മനുഷ്യന് ഈ വളർത്തു നായന്റെ സ്ഥാനം പോലുമില്ല.
അതല്ലേ മഹാന്മാർ രേഖപ്പെടുത്തിയത്. നിസ്കരിക്കാത്തവനെയാണ് ഒരാൾ അങ്ങനെ പ്രത്യേകം കൊന്നത് എങ്കിൽ കൊന്ന മനുഷ്യനെ ഹദ്ദടിക്കാത്ത എന്തുകൊണ്ടാ? നിസ്കരിക്കാത്തവന് വിലയില്ലാത്ത. അപ്പൊ നിസ്കരിക്കാൻ തല പൊങ്ങണം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഭർത്താക്കന്മാരെ തല പൊക്കണം. എങ്ങനെ സോപ്പിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ എങ്ങനെ പറഞ്ഞവരെ വശീകരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. കാരണം ആ ഒരു വിഷയത്തിൽ നമ്മുടെ കുടുംബം പൂർണ്ണതയുള്ളവരാകണം, നിസ്കരിക്കുന്നവരാകണം. നിസ്കരിക്കാത്തവരാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാകില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, നിസ്കരിക്കുന്ന കുടുംബത്തിന് എന്തൊരു ബർക്കത്താണ്. സുബ്ഹി തന്നെ നിസ്കരിച്ചാൽ നോക്ക് നിങ്ങൾ. മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ചെറിയൊരു ഹദീസാണ്. സുബ്ഹി നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഫലാ യത്ലുബന്നകുമുല്ലാഹു ബിശൈഇൻ മിൻ ദിമ്മത്തിഹി. അവന്റെ സംരക്ഷണത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. അല്ലാഹുവാണ് അവന് സംരക്ഷണം കൊടുക്കുന്നത്. സുബ്ഹി ജമാഅത്ത് നിസ്കരിച്ച ആളെ പറ്റിയല്ല പറഞ്ഞത്, സുബ്ഹി അദാ ആയി നിസ്കരിച്ച ആളെ പറ്റി. ആ ഒരു നിസ്കാരത്തിന് തന്നെ അത്ര വലിയ മഹത്വം ഉണ്ടെങ്കിൽ ബാക്കി നിസ്കാരങ്ങൾക്കൊക്കെ എത്ര മഹത്വമുണ്ട്. വലിയ ബറക്കത്തിന് കാരണമാണ്. ജീവിതത്തിന്റെ വിജയത്തിന് നിസ്കാരം കൂടിയേ തീരൂ, അല്ലാതൊരു നിലക്കും ഒരു രക്ഷയില്ല. ഖുർആൻ ആ പറഞ്ഞത് നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലും കേൾക്കും. ആ ആയത്ത് എല്ലാവർക്കും കാണാതെ പാടാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ഖദ് അഫ്ലഹ മൻ തസക്ക, ഈമാനുള്ള മനുഷ്യൻ, ഖൽബിന് അല്ലാഹുവിലുള്ള വിശ്വാസവും നബിതങ്ങളുടെ വിശ്വാസവും കൊടുത്ത് ഖൽബിനെ ശുദ്ധീകരിച്ചവൻ, അവൻ വിജയിച്ചു. തസ്കിയത്ത് ഖൽബിൽ ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോലെ വദക്കറ സ്മ റബ്ബിഹി, നാവ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യും. ഖൽബ് കൊണ്ട് വിശ്വസിച്ചു, നാവ് കൊണ്ട് മൊഴിഞ്ഞു. പിന്നെ അവിടെ പറഞ്ഞൊരു കർമ്മ ഏതാ? ഫസല്ല, അവൻ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ നിസ്കരിക്കാത്തവന് ജയല്ല, നിസ്കരിക്കാത്തവന് വിജയമില്ല. അതെപ്പോഴും കരുതേണ്ട, സൂക്ഷിക്കേണ്ട ഒന്ന്. അതുകൊണ്ടാണ് തലക്ക് നല്ല കല്ല് കൊണ്ട് കുത്തിച്ചതക്കുന്നത്. നമ്മളെ തലകളൊക്കെ ഒരു ചെറിയ തലവേദന വന്നാൽ എത്ര ഇടങ്ങേറാകും. ഇത് തല മുഴുവനും വേർപിരിയുന്നത് വരെ, പെരടിയിൽ നിന്ന് തല മുഴുവനും പൊളിഞ്ഞു പോകുന്നത് വരെ കുത്തിച്ചതക്കുകയാണ്. തല മുഴുവനും കുത്തിച്ചതഞ്ഞു പോകുമ്പോഴൊക്കെ പൂർവസ്ഥിതി പ്രാപിക്കുന്നു, പിന്നെയും ശിക്ഷ തുടരുന്നു. ആറാമത്തെ ഒരു സംഭവം കാണുന്നത്, ഒരു വിഭാഗം ആളുകൾ അവരുടെ നഗ്നതകളൊക്കെ മറച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളെ കൊണ്ടാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങള്, നഗ്നത മുഴുവനും മറക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നിട്ട് നാൽക്കാലികളെ പോലെ അവർ മേഞ്ഞു നടക്കുന്നു. ഈ ഔറത്ത് മറക്കാതെ നഗ്നത വെളിവാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ആരാണ്? ഇവർ സക്കാത്ത് വീട്ടാത്തവരാണ് നബിയെ. നല്ല ഡീസന്റിലാണ് അവർ ദുന്യാവിൽ നടന്നത്. കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ട് അല്ലാഹു തആല അവരെ അഭിമാനം മുഴുവനും തേച്ചു കളഞ്ഞ് അപമാനമുള്ളവരാക്കി അവരെ ഇങ്ങനെ വഷളാക്കി നടത്തിയിരിക്കുന്നത് വലിയൊരു ശിക്ഷയാണ്. മാലോകർക്ക് മുന്നിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വലിയൊരു ശിക്ഷ. മറ്റൊരു വിഭാഗത്തെ കണ്ടു. ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ, അദ്ദേഹം അതാ ഒരു വലിയ വറക് കെട്ട് അദ്ദേഹം ചുമക്കുന്നു. അത് തലയിലേക്ക് പൊക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ടും അതിങ്ങനെ എടുത്ത് തന്നിലേക്ക് തന്നെ കൂട്ടാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാരാണെന്ന് ചോദിക്കുമ്പോ പറയുന്നു, ഹാദല്ലദീ ഇൻദഹുൽ അമാന ലാ യുഅദ്ദീഹാ വഹുവ യത്ലുബു ഉഖ്റാ. ഇദ്ദേഹം ഒരു അമാനത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട് വീട്ടേണ്ടത്. അത് വീട്ടാതെ വേറൊന്നും കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളടുത്ത് വാങ്ങിയ കടം തന്നെ കൊടുക്കാണ്ട്, അത് കൊടുക്കാതെ ഇനി വേറെ കടം കൂടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാൾ കൊടുക്കാനുള്ളതുണ്ട്, അത് വീട്ടാതെ അപ്പുറം വേറെ കിട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതും, അമാനത്ത് പലതും. സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് കൈക്കലാക്കിയിട്ടുണ്ട്, അത് കൊടുത്തിട്ടില്ല. ഇനി അപ്പുറത്ത് വേറൊരാൾ കിട്ടുമോ നോക്കുകയാണ് പതുക്കെ പതുക്കെ. അങ്ങനെ ഏതെല്ലാം തരത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച വിഷയങ്ങളുണ്ടോ അത് ശരിക്ക് നിർവഹിക്കാതെ അതിന്റെ പുറമെ ആർത്തി കൊണ്ട് മറ്റൊന്നും കിട്ടണമെന്ന് അന്വേഷിക്കുന്ന മനുഷ്യനാണ്
വിറക് കെട്ട് ഇങ്ങനെ പൊക്കാൻ കഴിയുന്നില്ല, എന്നാ പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്രയും വലിയ കെട്ടാണ്. അപ്പൊ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം അവരിൽ ഉണ്ടായിട്ട് നിർവഹിക്കാതെ പോകുന്ന ആൾ, അത് വലിയൊരു വിഷയം തന്നെയാണ്. മറ്റൊന്ന്, ഒരു വിഭാഗം ആളുകൾ അവര് നല്ല വേവിച്ച ഇറച്ചിയും ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞ ഇറച്ചിയും അവരെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചിട്ട്, പക്ഷെ നല്ല ഇറച്ചിയൊന്നും ഭക്ഷിക്കാതെ ദുർഗന്ധം വമിക്കുന്ന പഴകിയ വാസനിച്ചാൽ തന്നെ ആരും അടുത്തേക്ക് പോകൂല, അതാണ് ഭക്ഷിക്കുന്നത്. നല്ല ഇറച്ചിപ്പുറത്തുണ്ട്, നല്ലവണ്ണം വെന്ത് വേവിച്ച് റെഡിയായത്, അത് വേണ്ട. പിന്നെ ഏതാ ഭക്ഷിക്കുന്നത്? ദുർഗന്ധം വമിക്കുന്നത്, ചീഞ്ഞ് നാറുന്നത്, ശരിക്ക് വേവാത്ത പച്ചിറച്ചി. അപ്പൊ ധാരാള് ഹലാലായ ത്വയ്യിബായ നല്ല ശരീരം ഉണ്ടായിട്ടും ഹറാമായതിലേക്ക് പോയിട്ട് താല്പര്യം നിർവഹിക്കുന്ന പുരുഷനും സ്ത്രീയും, നല്ല ഹലാലായ ഭർത്താവുണ്ട്, ആ ഭർത്താവിന്റെ വികാര ശമനത്തിന് ഒതുങ്ങി ജീവിക്കാതെ വേറെ ഒരുത്തനെ തേടി പോയിട്ട് ഹറാം ഉപയോഗിക്കുന്ന പെണ്ണും, നല്ല ഹലാലായ നിലക്ക് സുഖിക്കാൻ പറ്റുന്ന ഭാര്യയുണ്ടായിട്ട് അതിൽ തൃപ്തിയടയാതെ വേറെ ഒരു പെണ്ണിലേക്ക് ആകർഷിച്ചു പോയിട്ട് സിന നടത്തുന്ന പുരുഷനും, രണ്ട് കൂട്ടരും ആ കൂട്ടത്തിലുണ്ട്. പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. നല്ല ശുദ്ധമായ ഇറച്ചിയുണ്ടായിട്ട് അത് ഭക്ഷിക്കാതെ ചീഞ്ഞു നാറുന്ന വേവിക്കാത്ത പച്ചിറച്ചി ഭക്ഷിക്കുന്നു. ഇവിടെ തന്നെ സഹോദരങ്ങളെ, വേവാത്ത ഒരു കഷ്ണം ഇറച്ചിയാണെങ്കിൽ ഒന്ന് ഞെക്കി നോക്കും, പിന്നൊന്ന് കടിച്ചു നോക്കും. പല്ലിന് പിടിക്കുന്നില്ലെങ്കിൽ അത് ഉപേക്ഷിക്കും. പല്ലില്ലാത്തവരാണെങ്കിലോ അങ്ങനെ ഒന്ന് തൊടാൻ തന്നെ പോകൂല. എന്നാൽ അവിടെ പോയി അവര് ഭക്ഷിക്കുന്നത് പച്ച ഇറച്ചിയാണ്. കണ്ടാൽ തന്നെ അറുപ്പും വെറുപ്പും തോന്നും. എന്നിട്ടും അത് ഭക്ഷിക്കുക എന്നുള്ള ശിക്ഷ അല്ലാഹു കൊടുത്തത് ഹലാലായ ത്വയ്യിബായ സംശുദ്ധയായ ഇണകളെ കൊടുത്തിട്ട് അതിനോട് അതിക്രമം ചെയ്ത് മറ്റൊന്നിലേക്ക് തേടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. വേറൊരു വിഭാഗം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടു, അവരുടെ ചുണ്ടുകളും നാവുകളും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ കുല്ലമാ ഖുറിലത്ത് ആദത്ത്, മുറിച്ചു പോകുമ്പോ വീണ്ടും ചുണ്ട് വരുന്നു, പിന്നെയും മുറിക്കുന്നു. നാവ് മടങ്ങി വരുന്നു, നാവ് മുറിക്കുന്നു. ശിക്ഷ തീരുന്നില്ല, പിന്നെയും അങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലായി ഖുതബാഉൽ ഫിത്ന. ഇതേ ഫിത്നയുടെ പ്രവാചകരാണ്. ഖുതബാഉൽ ഫിത്ന, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കാം. അതിലാരല്ലാത്തത്? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഒരാഴ്ച മുമ്പ് എന്തൊക്കെയാണ് അനൗൺസ്മെന്റ് ചെയ്തത്? പ്രസംഗം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് തന്നെ വേണമെന്നില്ല അതിന്. അത് വണ്ടിയിലിരുന്ന് പറഞ്ഞാലും പ്രസംഗമാവും. ഉപകരണത്തിലൂടെ അങ്ങോട്ട് ഒരു 5 മിനിറ്റ് പ്രസംഗിച്ചുവിട്ടാലും പ്രസംഗമാവും. 2 മിനിറ്റ് പ്രസംഗിച്ചാൽ പ്രസംഗമാവും. എന്തെല്ലാം ആൾക്കാർ പറയുന്നത്? അപ്പുറത്ത് ഒരാൾ നിർത്തിയിട്ടുണ്ട്, അയാളെ കുറ്റം കുറവും ഇപ്പുറത്തുള്ള ആൾ. ഇപ്പുറത്തൊരാൾ നിർത്തി, അയാളെ കുറ്റം കുറവും അപ്പുറത്തെ ആൾ. എത്ര എണ്ണം ആ കൂട്ടത്തില്! അതിനെ കയ്യടി ഏറ്റുവാങ്ങുന്ന തകർപ്പൻ പ്രസംഗങ്ങളില്ലേ? ഒന്ന് നെക്കി നോക്കൂ യൂട്യൂബ്, എത്ര ഉണ്ട് അതില്? മുസ്ലിം പേരുള്ള എത്ര ഉണ്ട്? പച്ചക്കളവ് പ്രസംഗിക്കുന്നവരില്ലേ? അതിന്റെ പുറമെ ഗീബത്തും നമീമത്തും അങ്ങനെ മാതി പ്രസംഗിക്കുന്നവരില്ലേ? സമൂഹത്തിൽ സംഘട്ടനമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരില്ലേ? നല്ല നിലക്ക് പ്രവർത്തിക്കുന്നിടത്ത് ക്ഷുദ്ധതയുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരില്ലേ? ഹൗലായി ഖുതബാഉൽ ഫിത്ന. നാശത്തിന്റെ പ്രഭാഷകർ. അവർ ഉപയോഗിച്ച ഏറ്റവും വലിയ ഉപകരണം നാവും ചുണ്ടുമാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ളതല്ല പ്രസംഗിക്കുന്നത്, അത് മുറിച്ചു മാറ്റാൻ. അപ്പൊ ആളുകള് മൊത്തം കാണുന്ന നിലക്കുള്ള ഒരു ശിക്ഷ. എന്താണ് ഈ ശിക്ഷ കൊടുക്കാനുള്ള കാരണം? അവര് ദുന്യാവിൽ ഉപയോഗിച്ചത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ആ ശിക്ഷ കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുന്ന 10ാമത്തെ കാഴ്ച, 1-2 കൂടി എണ്ണീട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഒരു വലിയ കാള. ആ കാള ഒരു ചെറിയ മാളത്തിലൂടെ ആ കാള പുറത്തേക്ക് വരുന്നു. അത് മടങ്ങാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ മടങ്ങാൻ അതിന് സാധിക്കുന്നില്ല. അങ്ങനെ വലിയ കാള ചെറിയ ഓട്ടയിലൂടെ പോരും. ഇപ്പൊ ഈ ജനലിന്റെ ഈ അടിയിൽ കാണുന്ന ചെറിയൊരു പൊളി,
അതിലെങ്ങനെ ഒരു കിൻഡൽ പോത്ത് അപ്പുറത്തേക്ക് കിടക്കുക, ഒരു ചെറിയ ആട്ടുംകുട്ടിയൊക്കെ പോകും. ഇത് നല്ല ഒരു 1-ാം നമ്പർ കാളയാണ്. ചില അക്കീകത്തിന് കൊണ്ടുവരുന്ന സലാം പറയാൻ പറ്റിയ നല്ല കാളല്ലേ, ഉശിരം കാള. അങ്ങനത്തെ എങ്ങനെ ഈ തോട്ടയിലൂടെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ പോകാൻ കഴിയുന്നില്ല. അതാരാന്നറിയോ? അത് ശരിക്കും ശ്രദ്ധിക്കണം. ഹാദർ റജുൽ യതകല്ലമു ബിൽ കലിമതി ഫയന്ദിമു. പറയുമ്പോ മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന സംസാരം സംസാരിപ്പിക്കും. അത് സ്വന്തക്കാരനാകാം, ഭാര്യയാകാം, കുടുംബാകാം, അയൽക്കാരനാകാം, ആരും ആകാം. തിരിച്ചെടുക്കാനും ഉദ്ദേശിക്കും, പക്ഷെ അയാൾക്കതിന് സാധിക്കൂല. അത് പറഞ്ഞൊന്നും അധികമായിട്ടില്ല, അങ്ങനെ ഒന്നോട്ടേന്ന്. അതങ്ങനെ ഒന്നോട്ടേന്ന് പറഞ്ഞു കൊടുക്കാനും ചിലപ്പോൾ ആളുണ്ടാവും. പറയുമ്പോ അത് കരുതിയോ? ഇല്ല. ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞ കുറച്ച് കൂടുതലായി പോയിട്ട് അത്ര പറഞ്ഞില്ലേന്ന്, അങ്ങനെ ഗൗരവത്തിൽ പറഞ്ഞില്ലേ, അയാളോട് ഖേദം വരുത്തുന്ന വാക്ക്. അത് പോയാ പോയില്ലേ, പിന്നെ തിരിച്ചെടുക്കാൻ കഴിയും. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് രംഗം കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടു, പള്ളങ്ങനെ വീർത്തിട്ട് അംസാലുൽ ബുയൂത്ത്, പൊര പോലെ, ഒരു വീട് പോലെ വീർത്ത പള്ളയായിട്ട് നടക്കുന്ന, എഴുന്നേൽക്കാൻ ഒരു ഭാഗം ഇങ്ങനെ ഉദ്ദേശിക്കുമ്പോഴേക്ക് മറ്റേ ഭാഗത്ത് മറിഞ്ഞു വീഴാൻ കഴിയുന്നില്ല. പിന്നെ മറ്റേ ഭാഗം കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ മറ്റേ ഭാഗം കൊണ്ട് വീഴാണ്. എഴുന്നേൽക്കാൻ നോക്കുമ്പോഴൊക്കെ വീണുപോക താങ്ങുന്നില്ല. കാരണം സ്വന്തം ശരീരത്തിനേക്കാൾ കൂടുതൽ ഖനം പള്ളക്കുണ്ട്. അംസാലുൽ ബുയൂത്ത് എന്നാ പറഞ്ഞ പൊര പോലത്തെ പള്ള. ഇതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ പറഞ്ഞു, ഹും ആക്കിലുദ്ദിബ. അതിപ്പോ പറയണം, പലിശ ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. ആരാരും അറിയാതെ, അല്ലാഹു തആല പോലും അറിയാത്ത രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. മക്കളെയും മരുമക്കളെയും ഒന്നും ഇപ്പൊ നമ്മള് ഓലോടൊന്നും ഒന്നും വാങ്ങിയിട്ട് നമ്മൾ കഴിയണ്ട. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇയാൾക്ക് കറാമത്തിന്റെ വകുപ്പിൽ വേറെ പൈസ വരുന്നുണ്ട്. കറാമത്തിന്റെ വകുപ്പിലൊന്നുമില്ല, മാസപ്പടി കിട്ടുന്ന പെൻഷൻ പൈസ മുഴുവനും കൊണ്ടുപോയിട്ട് അവിടെ നിക്ഷേപിച്ചിരിക്കും. എന്നിട്ട് 2-3 മാസം കൂടുമ്പോൾ എത്രയാണ് ഏറെ എന്നുള്ളത് റിപ്പോർട്ടിനനുസരിച്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതുകൊണ്ടാണ് എന്ത് സ്വതക്കും കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കല്യാണത്തിന് പണവും കൊടുക്കുന്നത്, അതുകൊണ്ടാണ് പീടിയിൽ നിന്ന് ചായയും കുടിക്കുന്നത്, അതുകൊണ്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഭക്ഷണം കഴിച്ച പള്ള വികസിക്കാണ്. ഇതുകൊണ്ടല്ലേ ഡീസന്റിൽ കഴിച്ചു നടന്നത്. അതുകൊണ്ട് നിന്റെ പള്ളയെ കുറിച്ച് അല്ലാഹു തആല അവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക. പലിശ തീനികൾ അധികരിച്ചു വരികയാണ്. ആളുകൾക്കൊരു വിഷയമല്ലാതെ ഇരിക്കാണ്. വീട് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണോ? എന്നാ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പോയി ലോൺ എടുത്താൽ അവനെ ചോദ്യം ചെയ്യാനൊന്നും ആരും വരില്ല. കാരണം ചോദ്യം ചെയ്യാൻ വരുന്ന ആൾക്കാർ ഈ റിപ്പോർട്ട് ചെയ്യുന്നതന്നെ ഇത് ലോൺ ഇവിടെ നിർത്തുകയെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം കഴിഞ്ഞല്ലോ. എത്രയും കിട്ടും, 50 ലക്ഷം വേണ്ടി, അതിനനുസരിച്ച് അങ്ങനെ അടച്ചു കൊടുത്താൽ മതി. ഏകദേശം നിങ്ങൾ ജീവിക്കുന്നത് 35 35 അടക്കാണ്ടാവും, മാസം അങ്ങനെ അടച്ചു കൊടുത്താൽ മതി. കൃഷിയാണോ ചെയ്യേണ്ടത്? അതിനും അതൊരു ഭാഗം പലിശ. എല്ലാത്തിനും അത് നല്ലോണം സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനൊക്കെ സൂക്ഷിച്ചാൽ അവിടെ ജീവിക്കാൻ കഴിയുമെന്നാണ് ചില ആൾക്കാരുടെ സംശയം. അങ്ങനെ ജീവിച്ചാൽ മതി, ദുന്യാവാണ്. അങ്ങനൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മതി, ദുനിയാവാണ്. അതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതിന്റെ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങൾ പറയാൻ നമുക്ക്. ദുന്യാവാണ്. ദുന്യാവിനെ ശരിക്ക് ചിത്രീകരിച്ച് തരുന്നുണ്ട് സൂറത്തുൽ ഇസ്രാ. അപ്പോൾ നമ്മളോട് ചോദിക്കും, അവിടെ മഹാന്മാർ ചോദിക്കുന്നുണ്ട്, ദുന്യാവാണോ വേണ്ടത്, ആഖിറാണോ വേണ്ടത്? 2 ചിത്രവും ശരിക്കും പറയുന്നുണ്ട്. കടുത്ത ആളുകൾ തന്നെയാണ്. വേറൊരു വിഭാഗം ആളുകൾ, അവരെ ചുണ്ടുകളൊക്കെ ഒട്ടകത്തിന്റെ ചുണ്ട് പോലെ പരന്ന് കല്ല് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. കല്ലങ്ങനെ വിഴുങ്ങുന്ന കല്ലൊക്കെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ പോരെ. കല്ല് വിഴുങ്ങുക, അത് പിൻദ്വാരത്തിലൂടെ ഇങ്ങനെ താഴോട്ട് പുറപ്പെടും. അതാരാണ്? അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുന്നവർ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുത്തു. അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്വത്താണ് അനാഥകളുടെ സ്വത്ത്. ഉസ്താദെ, ആരെങ്കിലും ഇപ്പൊ അനാഥന്റെ സ്വത്ത് ഭക്ഷിക്കാൻ പോകുമോ? എത്ര എണ്ണുണ്ട്. ഞാനതിന്റെ ഉദാഹരണമൊക്കെ പറയണേ, എത്ര എണ്ണുണ്ട്. കുട്ടിക്കാലത്ത് വാപ്പ മരിച്ചുപോയി, സ്വത്തൊക്കെ നോക്കുന്ന ആളാരാ? മുതിർന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ഒരു 10-18 വയസ്സുണ്ട്. അപ്പൊ ഈ സ്വത്തിന്റെ വകുപ്പും കാര്യങ്ങളൊക്കെ ബാക്കി കുട്ടികൾക്കൊന്നും തക്ലീഫായിട്ടുള്ള, പ്രായപൂർത്തിയായിട്ടില്ല. സ്വത്തൊക്കെ ഈ കുട്ടി നോക്കുകയാണ്. നോക്കിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവരും കൂടി സംരക്ഷിക്കുക.
അങ്ങനെ വളർന്നു വന്നു. ആ കുട്ടികളൊക്കെ ജോലിയിൽ പ്രവേശിച്ചു. കുറച്ചൊക്കെ ഒരു ബോധം തെളിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, വാപ്പാന്റെ സ്വത്ത് നിങ്ങൾക്ക് തരൂല, നിങ്ങൾ എത്രയും കാലം ഞാനാ പൂറ്റി വളർത്തി, അതുകൊണ്ട് അധ്വാനിച്ച് സ്വത്തുണ്ടാക്കിയോളേ. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, അയാൾക്ക് ഉത്തരം ചെയ്യേണ്ട, ഇയാൾക്ക് ഉത്തരം ചെയ്യേണ്ടെന്ന്. അതാരാന്ന് ചോദിച്ചു. ആ വിളിച്ച യഹൂദിയാണ്. തങ്ങൾ ഉത്തരം ചെയ്താൽ സമുദായം മൊത്തം യഹൂദിയാവും. ഈ വിളിച്ചത് നസ്രാനിയാണ്. അതിന് ഉത്തരം ചെയ്താൽ സമൂഹത്തിലെ മുഖ്യ ആളുകളും നസ്രാനിയിലേക്ക് പോകും. അതുകൊണ്ട് ആ ഉത്തരമൊന്നും ചെയ്യണ്ട. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി ഒരുപാട് കാഴ്ചകൾ കാണുകയാണ്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ശബ്ദങ്ങളും കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനെ ഖബറിൽ കണ്ടു. നേരത്തെ കണ്ട മൂസാ നബി അലൈഹിസ്സലാം തന്നെയാണത്. വടിയോരത്ത് നിന്ന് നബി തങ്ങളോട് സലാം പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാം എവിടെ? ഖബറിൽ നിസ്കരിക്കുന്നത് കണ്ടു. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി, ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. അതാരാന്ന് ചോദിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആണെന്ന് പറഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ ഒരു നല്ല മരം കണ്ടു. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു വൃദ്ധനുമുണ്ട്, കുറെ മക്കളുമുണ്ട്. ഇതാരാണ് നബിയെ എന്ന് ഇതാരാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുത്ത മറുപടി, ഹാദാ അബൂക ഇബ്രാഹിം അലൈഹിസ്സലാം, ഇത് ഇബ്രാഹിം നബിയാണ് നബിയെ, സലാം പറയൂ. സലാം മടക്കി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബിയുടെ ചോദ്യം, മൻ ഹാദല്ലദീ മഅക യാ ജിബ്രീൽ, കൂടെയുള്ളത് ആരാണ് ജിബ്രീലേ? ഹാദാ ഇബ്നുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നിങ്ങളുടെ പുത്രൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഇബ്രാഹിം നബി സ്വാഗതം ചെയ്തു. മർഹബൻ ബിൻ നബിയിൽ അറബിയി അൽ ഉമ്മിയി, നബി തങ്ങൾക്ക് അറബിയായ നബിക്ക് സ്വാഗതം. നബി തങ്ങൾക്ക് ബറക്കത്തിന് ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബർ ഒരു മരത്തിന്റെ ചുവട്ടിലാണല്ലോ. അതേ ഫലസ്തീന്റെ തൊട്ടടുത്താണ്. ബുറാക്കിനെ കെട്ടിയിടാതിരുന്നാൽ ബുറാക്ക് എങ്ങോട്ടും പോകോ ഇല്ല. അത് ജനങ്ങൾക്ക് കാണാനുള്ള അടയാളമായിട്ടാണ്. ഇന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോകൂ, ആ കല്ല് കാണാം, ആ കല്ലിലുള്ള കുളത്തും കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം ബന്ധിപ്പിച്ച ആ കല്ലിലുള്ള കുളത്ത് ഇന്നും അവിടെ കാണാൻ കഴിയും. ഇരിക്കട്ടെ, ഈ സംഭവം പറയുന്നിടത്ത് മറ്റൊരു വിഷയം കൂടി പറയാനുണ്ട്. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഹിറക്കിൽ ചക്രവർത്തിയുടെ സമീപത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുമ്പോ കൂട്ടത്തിൽ അബൂ സുഫിയാൻ പറഞ്ഞു, ചക്രവർത്തിയോട്, രാജാവേ, ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വന്ന ആള് പറയുന്നത് കളവാണ് എന്ന്. എന്താണ് ആ വിഷയം? ഒരു വിഷയം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആ വന്ന നേതാവ് വാദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ കാണുന്ന നാട്ടിലേക്ക് ഹറമിൽ നിന്ന് ഒരു രാത്രിയിൽ ഒരു അല്പസമയത്ത് അദ്ദേഹം വന്നു. നബി തങ്ങളെ പറ്റിയാ പറയുന്നത്. ഉള്ളിലേക്ക് കടന്നു തുറക്കാനും കഴിയില്ല. ഇത് അള്ളാഹുത്തിന്റെ അടയാളത്തിന് വാക്കി വെച്ചതാണ്. അപ്പൊ അബൂ സുഫിയാൻ അങ്ങനെ പറഞ്ഞപ്പോ അത് കളവല്ല, അത് ശരിയാണ് എന്ന് ഒരു ബത്തുരീഖ് ഹിറക്കൽ ചക്രവർത്തിയുടെ അടുത്തുനിന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് എത്തുമ്പോൾ അമ്പിയാക്കളൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതം പറഞ്ഞു, സന്തോഷം പറഞ്ഞു. എല്ലാവരും തങ്ങളെ സ്വാഗതം ചെയ്തു. അൽഹംദുലില്ലാഹില്ലദീ ജഅലക ഖാതിമൽ അംബിയാ ഫനിഅമൻ നബിയ്യു അൻത വനിഅമൽ ലഹു അൻത വഉമ്മതുക ഖൈറുൽ ഉമം. അമ്പിയാക്കളൊക്കെ പറഞ്ഞൊരു വാക്കാണ്. നിങ്ങളെ അവസാനത്തെ നബിയാക്കിയ അള്ളാഹുവിന് സർവസ്തുതിയും. ഓ നബിയേ, നബിമാരെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നബി തങ്ങളാണ്. ഞങ്ങളുടെ ഉമ്മത്താണ് ഏറ്റവും നല്ല ഉമ്മത്ത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, തങ്ങളൊന്ന് മുന്നോട്ട് നിൽക്കൂ. തഖദ്ദം വസല്ലി ബി ഇഖ്വാനിക മിനൽ അംബിയാഇ റകഅതൈൻ. ആ അമ്പിയാക്കളെ കൊണ്ട് 2 റകഅത്ത് തങ്ങൾ നിസ്കരിക്കൂ. തഫ്സീറുകൾ കാണാം, 7 സൊഫുകളായിട്ട് അമ്പിയാക്കൾ നിന്നു. അതിൽ 3 സൊഫിൽ മുർസലീങ്ങളും ബാക്കി മുർസലീങ്ങളായ നബിമാരും, ബാക്കി 4 സൊഫിൽ മറ്റു അമ്പിയാക്കളും 7 സൊഫായി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊക്കെ ഇമാമായി 2 റകഅത്ത് നിസ്കരിച്ചു. ബൈത്തുൽ മഖ്ദിസിലെത്തി നിസ്കാരം കഴിഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ദാഹം വന്നു. ദാഹം വന്ന സമയത്ത് 2 പാത്രങ്ങൾ അവിടെ കൊണ്ടുവന്നു. ഒരു പാത്രത്തിൽ പാലുണ്ട്, മറ്റൊന്നിൽ ഖംറുണ്ട്.
പാലുള്ള പാത്രം ഞാൻ സ്വീകരിച്ചു. റബ്ബ് തആല ചെയ്ത പ്രത്യേക തൗഫീഖ് കൊണ്ട് കുറച്ച് പാല് കുടിച്ചിട്ട് ബാക്കി ഞാൻ അവിടെ വെച്ചു. ഇനി ആരെങ്കിലും ക്ലാസ് എന്നാൽ കുറച്ച് കുടിച്ചാട് വെക്കണെങ്കിൽ ഇത് സുന്നത്താക്കി പറയാൻ നിൽക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചുകൊണ്ട് കുറച്ചാണെന്ന് കുടിച്ചുകൊണ്ട് കുറച്ച് കുടിച്ച് ബാക്കി വെച്ചാൽ മതി. അതേതെങ്കിലും വലിയ മഹാന്മാരെ കുടിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ബർക്കത്ത് ഇട്ടിട്ട് എഴുതിയിട്ട് ബാക്കിയോട് ബാക്കിയുള്ളവർ കുടിച്ചോട്ട് എഴുതിയിട്ട് നമ്മൾ കിട്ടുന്ന കുടിച്ചാൽ മതി. ചിലപ്പോൾ അത് കുടിച്ചാതെ നേരെ പുറത്തേക്കണ്ട് ഒഴിച്ചുകളയും ചെയ്യും. അപ്പൊ ആ പാലും നഷ്ടാവും, ഒക്കെ നഷ്ടമാവും. കൊടുക്കുന്ന പാല് കുറച്ചേ കൊടുക്കാവൊന്നുമില്ല, കുറച്ചൊക്കെ തോനെയും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പുരക്കൂടലൊക്കെ പാല് കാണാൻ ചെറിയ കുഞ്ഞു ഗ്ലാസ്സിൽ മാത്രം കൊടുക്കും. പാല് കുറച്ച് വലിയ ഗ്ലാസ്സിൽ കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. കൊടുക്കാൻ ഏറ്റവും നല്ലത് പാലാണ്. പിന്നെ ചായ കാണും വലിയ ഗ്ലാസ്സിലൊക്കെ സർവത്തിന്റെ ഗ്ലാസ്സിൽ കൊടുക്കുന്നത്. ഈ പാല് മാത്രം ചെറിയ ഗ്ലാസ്സിൽ. പാല് വലിയ ഗ്ലാസ്സിൽ കൊടുത്തോട്ടെ, പാലാണ് നന്നായി കൊടുക്കേണ്ടത്. സ്വീകരിക്കാൻ നല്ലത് പാല് തന്നെയാണ്. അപ്പൊ പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ട് കുറച്ച് കുടിച്ചിട്ട് ബാക്കി അവിടെ വെച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അസബത്തുൽ ഫിത്ര, നബിയെ തങ്ങൾ വിശുദ്ധി എത്തിച്ചു. അമാ ഇന്നക ലൗ ശരിബതൽ ഖംറ, തങ്ങളെങ്ങാനും ഖംർ കുടിച്ചിരുന്നെങ്കിൽ, അപ്പുറത്തെ പാത്രത്തിലുള്ളത് ഖംറാണ്, ലഗവത് ഉമ്മത്തുക കുല്ലുഹാ, തങ്ങളുടെ സമുദായം മൊത്തം മദ്യത്തിന് അടിമപ്പെട്ടു പോയി എല്ലാവരും പിഴച്ചു പോകുമായിരുന്നു. വലൗ ശരിബതൽ ലബന കുല്ലഹു, പാല് മുഴുവനും തങ്ങൾ കുടിച്ചിരുന്നെങ്കിൽ, ലമാ ദല്ല അഹദും മിൻ ഉമ്മതിക ബഅദക, തങ്ങൾക്ക് ശേഷം ഉമ്മത്തിൽ ഒരൊറ്റ മെമ്പറും അടിവേച്ചു പോകൂലായിരുന്നു. അതങ്ങ് കേട്ടപ്പോ ഉമ്മത്തിനോട് ഏറ്റവും സ്നേഹമുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിബ്രീലേ, പാലിന്റെ പാത്രം മടക്കി തരൂ, ഞാനത് മുഴുവനും കുടിക്കട്ടെ. കാരണം ഉമ്മത്തിനോട് ഇത്രയും താല്പര്യമുള്ളൊരു നേതാവ് ലോകത്ത് നേരത്തെ കഴിഞ്ഞു പോയിട്ടില്ല. എന്റെ ഉമ്മത്തിലെ ഒരാളും വഴിവെച്ചു പോകരുത്, ഒരാളും തെറ്റിപ്പോകരുത്, ഒരാളും വിശ്വാസത്തിൽ നിന്നോ കർമ്മത്തിൽ നിന്നോ പേച്ചു പോകരുത് എന്ന് താല്പര്യമുള്ളത് കൊണ്ട് തങ്ങൾ പറഞ്ഞു, പാലിന്റെ പാത്രം മടക്കിത്തരൂ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഖുദിയൽ അംറു, തീരുമാനം നടപ്പിലാക്കപ്പെട്ടു പോയി. ലിയഖ്ദിയല്ലാഹു അംറൻ കാന മഫ്ഊലാ ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യാ മൻ ഹയ്യ അൻ ബയ്യിന വഇന്നല്ലാഹ ലസമീഉൻ അലീം. നബിയെ, തകരാനുള്ളവർ ഇനി തകരും, സജീവതയോടെ ജീവിക്കാനുള്ളവർ എങ്ങനെ ജീവിക്കും, അത് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിന് മറു തീരുമാനമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കണ്ടില്ലേ? വേറെ ചില റിപ്പോർട്ടിൽ കാണാം, കൂട്ടത്തിൽ വെള്ളവും കൂടി ഉണ്ടായിരുന്നു എന്നൊരു പാത്രത്തിൽ. വെള്ളം തങ്ങൾ എടുത്തെങ്കിൽ ഉമ്മത്തൊക്കെ മുങ്ങിപ്പോകുന്നതാണ്. വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോകും. അതുകൊണ്ട് തങ്ങൾ വെള്ളം സ്വീകരിച്ചില്ലല്ലോ. തങ്ങൾ സ്വീകരിച്ചത് ഏറ്റവും ഉചിതമായതാണ്, ഏറ്റവും സന്തോഷകരമായതാണ്. നല്ല ബറക്കത്തുള്ള ആ മസ്ജിദുൽ അഖ്സയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കളോടുകൂടെ നിസ്കരിച്ച്, അവർക്ക് ഇമാമായി നിസ്കരിച്ച്, അതിന്റെ പരിസരം നമ്മൾ ബറക്കത്തുള്ളതാക്കി എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ? അമ്പിയാക്കളൊക്കെ വന്നിറങ്ങുന്ന, മലക്കുകളൊക്കെ വന്നിറങ്ങുന്ന കാരണം കൊണ്ട്. വേറെയും ചില തഫ്സീറുകൾ കാണാം, അവിടെ പഴങ്ങളും പുഷ്പങ്ങളൊക്കെ ഉണ്ട്. അതും ബർക്കത്തിന്റെ ഒരു കാരണം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഈ വലിയ സംഭവം കൊടുത്തു. ഇതിനുശേഷം പിന്നീട് അങ്ങോട്ട് മിറാജ് നടന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിറാജും കഴിഞ്ഞ് നേരെ തിരിച്ച് സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് തന്നെ ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയോട് ആദ്യം ഈ കഥ വിവരിച്ചു കൊടുത്തു. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കിടക്കുമ്പോ അങ്ങനെ പോയി, അങ്ങനെ സംഭവങ്ങളെല്ലാം കണ്ടു തിരിച്ചു പോന്നു. കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ ഖുറൈശികളുടെ അടുത്തേക്ക് പോയിട്ട് ഇതൊക്കെ പറയാൻ പോവുകയാണ്. അപ്പോ ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി ഇത് പറയണ്ട. കാരണം ഇത് പറഞ്ഞാല് അവരൊക്കെ വിശ്വസിച്ച ആൾക്കാർ പോലും ഒരു പക്ഷേ തങ്ങളെ കളവാക്കി പോകാൻ സാധ്യതയുണ്ട്. പിറ്റേന്നായപ്പോ രാവിലെ ആയപ്പോ ഞാൻ തട്ടുകൊടുത്ത് ഞാൻ ഖുറൈശികളുടെ അടുത്തേക്ക് പോയി. ഒരു കൂട്ടം ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് കാബന്റെ വാതിലിന്റെ അടുത്ത്. ആ കൂട്ടത്തിൽ അബൂജഹലുണ്ട്, വലീദ് ഇബ്നു മുഗീറുണ്ട്, മറ്റു നേതാക്കളൊക്കെ ഉണ്ട്. അവരോട് സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഞാൻ ഇന്നലെ രാത്രി ഇവിടുന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി, ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. പിന്നെ കണ്ട അത്ഭുതങ്ങളും വിഷയങ്ങളും അല്ലാഹു തആലാനെ കണ്ടതും എല്ലാം വന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോ കൂട്ടത്തിൽ ഇതൊക്കെ പറഞ്ഞപ്പോ
പരിഹസിച്ചുകൊണ്ട് അബൂജഹൽ ചോദിച്ചു, അങ്ങനൊക്കെ ഉണ്ടായോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. എല്ലാ സംഭവങ്ങളും വിശദീകരിച്ചു കൊടുത്തു. അബൂജഹൽ പറഞ്ഞു, എങ്കിൽ ഇത് ഒരു കിട്ടിയ ചാൻസാണ്. നിങ്ങളെ വിശ്വസിച്ച ആൾക്കാരെ ഞങ്ങളൊന്ന് കാണട്ടെ, എന്നിട്ട് അവരോടൊക്കെ ഇത് പറയട്ടെ. അങ്ങനെ ആ പറയാൻ വേണ്ടി കുറെ ആളുകളെ സംഘടിപ്പിച്ചു. നേരെ പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഈ സംഭവം പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്രയും വലിയൊരു സംഭവം നടക്കുന്നു? സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അത് വിശ്വസിക്കാൻ എന്താ പ്രയാസം? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സത്യമാണ്. ഇതിനേക്കാളും വലുത് ഞാൻ വിശ്വസിച്ചിട്ടില്ലേ? ഇതിപ്പോ ജീവിതത്തിൽ നേരിട്ട് പോയി കണ്ട അനുഭവമല്ലേ പറഞ്ഞത്. ഞാൻ നേരിട്ട് പോയി നിങ്ങളും ഞാനൊന്നും കാണാത്ത രൂപത്തിൽ തന്നെ മലക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന വഹി ഞാൻ വിശ്വസിക്കുന്നില്ലേ? അതെനിക്ക് ഓതിത്തരുന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? ഇത് ഞാൻ ഏതായാലും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന് സിദ്ദീഖ് എന്ന ഒരു വലിയ പേര് അന്നത്തെ ദിവസം നൽകപ്പെട്ടു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയും വിവരണവും ഒക്കെ വിശ്വസിച്ചപ്പോ പറഞ്ഞു കൊടുത്തപ്പോ. പക്ഷെ ഇവർ നബി തങ്ങളെ വിട്ടില്ല. ഇവർ വീണ്ടും തിരിച്ചു വന്ന് നബി തങ്ങളടുത്തേക്ക് വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി. എന്താ ചോദിച്ചത്? നിങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയില്ലേ? പോയി. ബൈത്തുൽ മഖ്ദിസ് ഒക്കെ കണ്ടോ? കണ്ടു. എത്ര വാതിലുണ്ട്, എത്ര ജനവാതിലുണ്ട്, മുന്നിലുള്ള വാതിൽ എത്ര വലുപ്പമുണ്ട്, അതിനെത്ര പൊളിയുണ്ട്, ഓരോന്നും ചോദിച്ചു. എണ്ണി എണ്ണി ചോദിക്കാം. തങ്ങൾ പറഞ്ഞു. അങ്ങനെ അവർ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് നിന്നു കഅബന്റെ പരിസരത്തേക്ക്. ഫജല്ലല്ലാഹു ലീ ബൈത്തുൽ മഖ്ദിസ്, അല്ലാഹു എനിക്ക് ബൈത്തുൽ മഖ്ദിസ് അങ്ങ് കാണിച്ചു തന്നു. ഞാൻ അവരോട് എണ്ണി 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 പറഞ്ഞു കൊടുത്തു, ഇതാ ഇത്ര വാതിലുണ്ട്, ഇന്ന ചെരുവിൽ ഇത്ര വാതിലുണ്ട്, അതേ ആ വാതിലിന് ഇത്ര പൊളിയുണ്ട്, ഉള്ളിൽ ഇത്ര തൂണുകളുണ്ട്, എല്ലാം ഞാൻ അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഓരോന്നും പറയുമ്പോ അവർ ചോദിക്കുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളോട് ശരിയാണോ? കാരണം 2, 3, 4, 5, 10 തവണ പോയ ആൾക്കാരുണ്ട് അവിടെ. 2, 3 ആഴ്ചകൾ അവിടെ കൂടി താമസിച്ചു വന്നവരുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ പോയത് ആ രാത്രിയിലെ കുറഞ്ഞ നേരം. സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. വീണ്ടും അവർ വിട്ടില്ല. അവർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളെ കച്ചവട സംഘം പോയിരുന്നു, അവരെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ കണ്ടിരുന്നു, ഞാൻ അവരെ വിളിക്കും ചെയ്തിരുന്നു. ഞാൻ അങ്ങനെ വരുമ്പോ അവരെ കണ്ടു. അവര് ഒരൊട്ടകം കാണാതെ അവരങ്ങനെ തിരയുന്നുണ്ട് എന്ന് പറഞ്ഞു. കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തു. ഞാൻ അവരെ കൂട്ടത്തിൽ ഒരാളെ വിളിച്ചു. വിളിച്ചപ്പോ വിളി കേട്ടിട്ട് പലരും ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഹാദാ സൗത്ത് മുഹമ്മദ്, ഹാദാ സൗത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി തങ്ങളുടെ സൗണ്ടാണല്ലോ കേട്ട്. എല്ലാവരും ഇങ്ങനെ ആ സൗണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എല്ലാവർക്കും. പക്ഷെ ആളെ കാണുന്നില്ല. തങ്ങളിങ്ങനെ പോരല്ലേ, തിരിച്ചു വരല്ലേ. അപ്പൊ കൃത്യമായിട്ട് കണ്ടു. അവരെന്നെത്തും, അവർ എത്തുന്ന ദിവസവും എത്തുന്ന സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അന്നത്തെ ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവര് വരുന്നോന്ന് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ തങ്ങളൊന്ന് വഷളാക്കണല്ലോ, വരുന്നോന്ന് നോക്കിയിട്ട് മലമുകളിൽ കയറി നിന്നു കുറെ ആളുകൾ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച്, പറഞ്ഞ ടൈമായല്ലോ, കാണുന്നില്ലല്ലോ, പറഞ്ഞ ശരിയല്ലേ എന്നൊരാൾ പറഞ്ഞു തീരുമ്പോഴേക്ക് മറ്റൊരാൾ പറഞ്ഞു, അതാ വരുന്നതെന്ന് പറഞ്ഞു. വരുന്നതെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, മുന്നിൽ വരുന്ന ഒട്ടകത്തിന്റെ കളറടക്കം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന ഒട്ടകമാണ് മുന്നിൽ വരെ ശരിക്കും നോക്കിക്കൊണ്ടിരുന്നത്. ആ പറഞ്ഞ അതേ ആകൃതിയിൽ കളറിലുള്ള ഒട്ടകമാ വന്നത്. അതുകൊണ്ട് എന്ത് നേട്ടം കിട്ടി? കുറെ ആളുകൾ ആശങ്കയോടെ നിന്നിരുന്നു. അവരൊക്കെ കുറ്റിയുറച്ചു, തങ്ങളെ വിശ്വസിച്ചു. മൂർത്തദ്ദായ പലരും തിരിച്ചു വന്നു. ഇവരെ ചോദ്യം കൊണ്ട് കിട്ടിയ മറുപടി കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം അതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാത്രയെപ്പറ്റി ഇത്ര വലിയ അത്ഭുതത്തോടുകൂടെ പഠിപ്പിക്കുന്നത്. ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ കണ്ട്, ഇത് ഇത്രയൊന്നല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. മിറാജിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഇതൊക്കെ കണ്ട് ഒരു മാറ്റമില്ലാതെ അതൊക്കെ ശരിക്ക് വിശദീകരിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഏറ്റവും കൂടുതൽ നല്ല പക്വതയുള്ള കേൾവിയും കാഴ്ചയുമുള്ള മഹാനായിരുന്നു. ഇതൊക്കെ കാണാനും കേൾക്കാനുള്ള നല്ലൊരു കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഇനി എത്ര ഉപകരണങ്ങൾ വന്നാലും അങ്ങനത്തെ ഒരു കഴിവ് ഒരാൾക്കും നൽകപ്പെടൂല. ഇത് വലിയൊരു അത്ഭുതമാണ്, വലിയൊരു സംഭവമാണ്. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് വിജയികൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതൊക്കെ കേട്ടിട്ടും മുശ്രിക്കുകൾ അവസാനം എന്താ പറഞ്ഞു? അത്രയും കൃത്യമായ തെളിവോ കിട്ടിയില്ലേ? അവർക്കൊന്ന് വിശ്വസിച്ചൂടെ? ലാസ്റ്റ് അവർ പറഞ്ഞു ഇന്നഹു സാഹിറുൻ. ഇതൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങള് മായാജാലം ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെ ബേസിലൂടെ ഉണ്ടാക്കിയ കുറെ കഥകളാണ് ഈ പറഞ്ഞതൊക്കെ എന്ന് ലാസ്റ്റ് അവര് പറഞ്ഞത്. വിശ്വസിക്കാൻ തയ്യാറായില്ല. അത് ഈമാനുള്ളവർക്കല്ലേ കഴിയുള്ളൂ. അല്ലാഹു തആല കൂടുതലായി വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.